ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാനായിട്ട് ഒരു വേദഭാഗം സങ്കീർത്തനങ്ങളിൽ നിന്നാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 19-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊന്ന് വായിക്കാം. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അതെന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലം ഉണ്ട്. താഴോട്ട ഭാഗം അതിൻ്റെ ഭാഗമാണ്. എന്നാൽ യഹോവയുടെ ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ട് പറയുന്ന 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ, ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. ഈ സന്ദേശത്തിന് ഞാൻ ടൈറ്റിലായിട്ട് പറയുന്നത് തന്നെ അതാണ്, തികവുള്ള ന്യായപ്രമാണം എന്നുള്ളതാണ്. തികവുള്ള, പെർഫെക്റ്റ് ലോ, പെർഫെക്റ്റ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കും അതാണ്. യഹോവയുടെ ന്യായപ്രമാണം പെർഫെക്റ്റ് ആണ്, കംപ്ലീറ്റ് ആണ്, ലാക്ക് നത്തിങ്, ഒന്നിനും കുറവില്ലാത്തത്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളതെന്ന് പറയുമ്പോൾ അതിൻ്റെ വാക്കതാണ്. അതിനകത്തില്ലാത്തതൊന്നും ഇല്ല, അത് തികവുള്ളതാണ്. ഇറ്റ് ലാക്സ് നത്തിങ്, അതിലില്ലാത്തതൊന്നും ഇല്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ന്യായപ്രമാണം ആണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തികവുള്ള ഒരു ന്യായപ്രമാണം, പെർഫെക്റ്റ് ലോ, ലാക്സ് നത്തിങ്, ഒരു കുറവുമില്ലാത്തതായ ദൈവ വചനം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ കാര്യത്തെക്കുറിച്ചാണ്. ഒരു കുറവുമില്ലാത്ത ദൈവത്തിൻ്റെ വചനം. താഴോട്ടുള്ള വാക്യങ്ങളിൽ പല പേരുകൾ, ഈ ന്യായപ്രമാണത്തിന് തന്നെ കൊടുത്തിട്ടുള്ള പല പേരുകളുണ്ട്. ആ പേരുകളെക്കുറിച്ച് നമുക്കൊന്ന് വായിച്ചു പോകാം. അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് അത് ചില പ്രവൃത്തി ചെയ്യുന്നതാണ്, ചില പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പം ആദ്യത്തെ കാര്യം തന്നെ, അത് നമുക്ക് പിന്നീട് വരാം. അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. ഒരു പ്രവൃത്തി ചെയ്യുന്നതാണ്. ദൈവവചനം പാസീവ് അല്ല, ദൈവവചനം വളരെ ആക്റ്റീവാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ചില പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. മറ്റു ചില ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ, റിലീജിയസ് ബുക്സ് ഒത്തിരി ഉണ്ട്. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് വായിച്ച് ഇങ്ങനെ രസിക്കുകയോ ഒത്തിരി പ്രാവശ്യം വായിക്കുന്നത് കൊണ്ട് ഏതാണ്ട് ഗുണമുണ്ട് എന്നൊക്കെയുള്ള ആ നിലയിൽ, അതിൻ്റെ വായനയിലാണ് നമ്മൾ. പക്ഷെ അത് എന്ത് പ്രവൃത്തി ചെയ്യുന്നു? ഇവിടെ പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണം, വേദോസം നമ്മൾ വായിക്കണം. പക്ഷേ വെറും വായന കൊണ്ട് അത് അവസാനിക്കുന്നില്ല, അത് ചില പ്രവൃത്തി നമ്മളിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഹോവയുടെ ന്യായപ്രമാണം ഒന്നാമത് ഉപയോഗിച്ചിരിക്കുന്ന അവിടെ 6 വാക്യങ്ങൾ, അടുത്തുള്ള വാക്കുകൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞു, അത് നമ്മളൊന്ന് പെട്ടെന്നൊന്ന് ഓടിച്ച് നോക്കാം. നമുക്ക് സമയമനുസരിച്ച് അതിനെക്കുറിച്ച് പഠിക്കാം. ഒന്നാമത് പറയുന്നത് ന്യായപ്രമാണം എന്നുള്ള വാക്കാണ്. യഹോവയുടെ ന്യായപ്രമാണം, ദ ലോ ഓഫ് ദ ലോർഡ്. യഹോവയുടെ ന്യായപ്രമാണം. അടുത്ത രണ്ടാമത്തെ കാര്യമായിട്ട് അവിടെ പറയുന്നത് യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു. സാക്ഷ്യം, ദ ടെസ്റ്റിമണി ഓഫ് ദ ലോർഡ്. നമുക്ക് പിന്നീട് അത് പഠിക്കാം. മൂന്നാമത് പറയുന്നത് യഹോവയുടെ ആജ്ഞകൾ നേരുള്ളത്. അപ്പോൾ യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാക്കുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ. അവിടെ ആജ്ഞ, ദ സ്റ്റാറ്റ്യൂട്ട്സ് ഓർ കമാൻഡ്മെന്റ്സ്, സ്റ്റാറ്റ്യൂട്ട്സ് ഓഫ് ദ ലോർഡ്, സ്റ്റാറ്റ്യൂട്ട്സ് ഓഫ് ദ ലോ. അത് യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന, കമാൻഡ്മെന്റ് ഓഫ് ദ ലോർഡ്. എന്നിട്ട് അതിനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്. അത് വചനവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ്. വായിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. അതായത് ഭക്തിയുള്ള ആ ഭക്തിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ല. അതായത് പല മതങ്ങളിലും ഭക്തി അവരുടെ ആരാധനാലയങ്ങളിലേക്കൊക്കെ വരുമ്പോഴാണ് ഭക്തി ഉണ്ടാകുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല, അത് നിലനിൽക്കുന്നതാണ്, അത് തുടർമാനമായി നിലനിൽക്കുന്നത് എന്ന അർത്ഥത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുപോലെ യഹോവയുടെ വിധികൾ സത്യമായവ, ജഡ്ജ്മെന്റ്സ് ഓഫ് ദ ലോർഡ്.
അപ്പോൾ ലോ ഓഫ് ദ ലോർഡ്, ടെസ്റ്റിമണി ഓഫ് ദ ലോർഡ്, സ്റ്റാറ്റ്യൂട്ട്സ് ഓഫ് ദ ലോർഡ്, കമാൻഡ്മെന്റ് ഓഫ് ദ ലോർഡ്, ഫിയർ ഓഫ് ദ ലോർഡ്, ജഡ്ജ്മെന്റ് ഓഫ് ദ ലോർഡ്. ഇത് ഓരോന്നും നമ്മളൊന്ന് ചെറുകെ ഒന്ന് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓരോന്നും അതിൻ്റെ രീതിയിൽ അതെന്ത് ചെയ്യുന്നു എന്നുള്ളത് പഠിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണം, ദ ലോ ഓഫ് ദ ലോർഡ്, ദാറ്റ് ഈസ് പെർഫെക്റ്റ്. അത് തികവുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈറ്റിൽ തന്നെ അങ്ങനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്ത്? തികവുള്ള ന്യായപ്രമാണം. ഇതിൻ്റെ എല്ലാം ഒരുമിച്ച് കൂട്ടിയാൽ അതാ അതിൻ്റെ അർത്ഥം. തികവുള്ളതായ ന്യായപ്രമാണം, പെർഫെക്റ്റ് ആണ്, ലാക്സ് നത്തിങ്, കംപ്ലീറ്റ്. യഹോവയുടെ ന്യായപ്രമാണം കംപ്ലീറ്റ് ആണ്, അത് തികവുള്ളതാണ്, പെർഫെക്റ്റ് ആണ്, നമ്മളെ പെർഫെക്ഷനിലേക്ക് നയിക്കുന്നതാണ്. പെർഫെക്റ്റ് വചനം തികവുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് തികവുള്ളതായത് എന്ന് ചോദിച്ചാൽ, ഈ വചനം തികവുള്ളവനായ ദൈവത്തിൻ്റെതായതുകൊണ്ടാണ് ഇത് തികവുള്ളത്. മതഗ്രന്ഥങ്ങളൊക്കെ മനുഷ്യനുണ്ടാക്കിയ മതഗ്രന്ഥങ്ങൾ നമുക്ക് ധാരാളമുണ്ട്. അത് പെർഫെക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാര്യം അത് മാനുഷികമാണ്. പക്ഷേ ഈ ദൈവത്തിന്റെ വചനം, ദ ലോ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ന്യായപ്രമാണം, ലാക്സ് നത്തിങ്, ഇറ്റ് ഈസ് കംപ്ലീറ്റ്, പെർഫെക്റ്റ് ആണ്. തൗമീം എന്ന് പറയുന്ന ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വചനം തികവുള്ളവനായ ദൈവത്തിൻ്റെതാണ്. തികവുള്ളവനായ ദൈവത്തിന്റെ വചനമായതുകൊണ്ടാണ് ഈ വചനവും തികവുള്ളതായിത്തീരുന്നത്. ദൈവവചനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അത് തന്നെ മറ്റൊരു ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഈ വചനവുമായി ബന്ധപ്പെടുത്തി പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതായ ചില വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ നമുക്ക് ശരിക്കും അത് ഗ്രഹിക്കാനായിട്ട് നമുക്ക് കഴിയും. 2 തീമോഥെയോസിന്റെ ലേഖനം, അതിൻ്റെ 3-ാമത്തെ അധ്യായം, അതിൻ്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നത് എല്ലാ തിരുവെഴുത്തും, എവറി സ്ക്രിപ്ചർ, അവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്ക് സ്ക്രിപ്ചർ, എല്ലാ തിരുവെഴുത്തും. കാരണം ദൈവത്തിൻ്റെ വചനം എഴുത്തുകളായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദൈവം സംസാരിച്ചിട്ടുണ്ട്. മോശയോട് ദൈവം സംസാരിച്ചു, അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു, പ്രവാചകന്മാരോട് ദൈവം സംസാരിച്ചു. എന്നാൽ ഇന്ന് നമുക്ക് അത് തിരുവെഴുത്തുകളായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ആ തിരുവെഴുത്തുകളായി ലഭിക്കുന്നത് ആ ദൈവത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ടാണ് അത് തികവുള്ളതാകുന്നത്. ഈ തിരുവെഴുത്തിൻ്റെ കാര്യത്തിൽ പറയുന്ന വാക്യം, ആ വാക്യം ഇങ്ങനെയാണ് 16-ാം വാക്യത്തിൽ, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. തിരുവെഴുത്തുകളെ കുറിച്ച് പറയുകയാണ്. അത് എല്ലാം ദൈവശ്വാസീയമാണ്. ഇറ്റ് ഈസ് ഗോഡ് ബ്രീത്ത്. ദൈവത്തിൻ്റെ ശ്വാസം അതിലുണ്ട്. ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ഗോഡ്. ദൈവത്തിൻ്റെ ശ്വാസം അവിടെ പറഞ്ഞിരിക്കുന്നത്. എഴുതിയത് മനുഷ്യനാണ്. നമ്മുടെ ലാംഗ്വേജിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ലാംഗ്വേജിൽ നമ്മളിത് കിട്ടി എന്ന് പറയുമ്പോഴും ബേസിക്കലി ഇത് എഴുതിയ വ്യക്തികളെ നിയന്ത്രിച്ചത് ദൈവമാണ്. മത്തായി എഴുതിയ പോലെ അല്ല മർക്കോസ് എഴുതിയിരിക്കുന്നത്, മർക്കോസ് എഴുതിയത് പോലെ അല്ല യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. ഒക്കെ ശരിയാണ്, അവരുടെ വാക്കുകൾക്കൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ വാക്കുകൾ ഒന്നായിട്ട്, അതായത് സാധാരണ പറയും ബൈബിളിൻ്റെ ഒരു പ്രത്യേകത, അതൊരു ടൈപ്പ് റൈറ്റർ തിയോളജി എന്ന് സാധാരണ പറയാറുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ പഠിച്ച കാലഘട്ടത്തിൽ പറയുന്ന കാര്യമാണ് ടൈപ്പ് റൈറ്റർ തിയോളജി. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ വന്ന് പതിക്കുന്നത് തന്നെ ആയിരിക്കും. ഇത് അടിക്കുന്ന എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതിനകത്തുള്ള അതേ ലെറ്റർ തന്നെയാണ് കടലാസിൽ വന്ന് വീഴുന്നത്. പക്ഷേ അങ്ങനെ ഒരു ടൈപ്പ് റൈറ്റർ തിയോളജി അല്ല നമ്മുടെ ബിബ്ലിക്കൽ റൈറ്റിങ്ങിനുള്ളത്. അത് എഴുതിയ ആളുകളെ ദൈവം ഇൻസ്പയർ ചെയ്തു. എഴുതിയവരുടെ വാക്കുകൾ അവർ പഠിച്ച വാക്കുകളാണ്. അതുകൊണ്ട് പൗലോസിന്റെ ലേഖനം പോലെ ആയിരിക്കത്തില്ല ചിലപ്പോൾ പത്രോസിന്റെ ലേഖനം. പക്ഷേ രണ്ടുപേരെയും ഇൻസ്പയർ ചെയ്തത് ഒരേ വ്യക്തിയാണ്. ഹല്ലേലൂയ. ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ഗാഡ്. മനുഷ്യനാണ് എഴുതിയത്, ഭാഷ മനുഷ്യൻ്റെതാണ്, പക്ഷേ ദൈവമാണ് അതിന് ശ്വാസം നൽകിയത്. ഇൻസ്പയർഡ് ബൈ ഗാഡ്. നമ്മൾ ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ, എവ്രി വേർഡ് ഈസ് ഓർ എവ്രി റൈറ്റിംഗ്സ് ഇറ്റ് ഈസ് ഗോഡ് ബ്രീത്ത്ഡ്. ദൈവശ്വാസീയമാകയാൽ, അങ്ങനെ ദൈവശ്വാസീയമായി ഈ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ ഒരു ബുക്ക് അങ്ങ് എഴുതിയേക്കാമെന്നുള്ള നിലയിലല്ല, അതൊരു ലക്ഷ്യത്തോടെയാണ്. ഗോഡ് ഹാസ് എ പർപ്പസ് ഫോർ എവ്രിതിങ്. ദൈവവചനത്തെക്കുറിച്ചും ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്.
അത് ഓരോ വ്യക്തിയിലും ദൈവവചനം എങ്ങനെ പ്രവർത്തിക്കണം എന്നൊരു പെർപ്പസ് ഉണ്ട്. ആ പെർപ്പസ് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പൗലോസ് പറയുകയാണ്, ദൈവവചനം നമുക്ക് ലഭിച്ചതിന് ഒരു പെർപ്പസ് ഉണ്ട്. ഇറ്റ് ഈസ് ഗോഡ് ബ്രീത്ത്ഡ്. അത് മനുഷ്യന്റെ വചനമല്ല, ദൈവശ്വാസീയമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. അപ്പൊ ദൈവത്തിന്റെ മനുഷ്യൻ, ലോകത്തിലുള്ള എല്ലാവരെയും തികഞ്ഞവരാക്കാൻ ദൈവത്തിന്റെ വചനത്തിന് പറ്റത്തില്ല. ദൈവത്തിന്റെ മക്കളെ മാത്രമേ തികഞ്ഞവരാക്കുവാൻ, അതായത് ഈ വചനം ക്രിയ ചെയ്യുന്നത് ആരിലാണ് എന്ന് ചോദിച്ചാൽ ദൈവമക്കളിലാണ്, ദൈവത്തിന്റെ മനുഷ്യരിലാണ്. അല്ലാത്തവരിൽ ഇത് ആ രീതിയിൽ ക്രിയ ചെയ്യുന്നില്ല. ഇതിനകത്തുനിന്ന് ഹിസ്റ്ററി, കാര്യം ദൈവവചനത്തിൽ ഹിസ്റ്ററി ഉണ്ട്. അതുകൊണ്ട് ഹിസ്റ്ററി മനസ്സിലാക്കാൻ വേണമെങ്കിൽ ഇത് വായിക്കാം. പക്ഷേ ഹിസ്റ്ററി മനസ്സിലാക്കാൻ വേണ്ടി ഇത് വായിച്ചാൽ അവൻ തികഞ്ഞവനാവുകയില്ല. അവന്റെ ജീവിതത്തെ അത് സ്വാധീനിക്കുകയില്ല. ജീവിതത്തെ സ്വാധീനിക്കണമെങ്കിൽ നമ്മൾ ഈ ദൈവത്തിന്റെ, അതായത് ഇത് ദൈവശ്വാസീയമായ വചനമാണ്. നമ്മൾ ആ ദൈവത്താൽ ഇൻസ്പയർഡ് ആകുമ്പോഴാണ്, ഇൻസ്പയർഡ് വേർഡ് ഓഫ് ഗോഡ് ഇൻസ്പയർഡ് ഹ്യൂമനിലാണ് വർക്ക് ചെയ്യുന്നത്. ദൈവശ്വാസീയരായ മനുഷ്യരിലാണ് ദൈവശ്വാസീയമായ വചനം രൂപാന്തരം വരുത്തുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ദൈവവചനം നമുക്ക് നൽകിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന്. ദൈവത്തിന്റെ മനുഷ്യൻ, ആ റിലേഷൻ നമുക്കുണ്ടാകണം. വി നീഡ് ടു ബിക്കം പീപ്പിൾ ഓഫ് ഗാഡ്, ചിൽഡ്രൻ ഓഫ് ഗാഡ്. ദൈവത്തിന്റെ മകനാകണം, ദൈവത്തിന്റെ മനുഷ്യനാകണം. അപ്പോഴാണ് ദൈവശ്വാസീയമായ വചനം നമ്മളിൽ ക്രിയ ചെയ്യുന്നത്. നമ്മളിൽ ക്രിയ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളെ തികഞ്ഞവരാക്കുവാൻ വേണ്ടിയാണ്. അവിടെ എഴുതിയിരിക്കുന്നതാണ്, ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവർ ആകേണ്ടതിന്. അത് ആ ദൈവവചനമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ നമുക്കുണ്ടാകണം. അത് നമ്മൾ കേൾക്കണം, അത് നമ്മൾ പഠിക്കണം, അത് നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോഴാണ് നമ്മൾ തികഞ്ഞവരാകുന്നത്. അല്ലാതെ ഈ വചനം കൊണ്ട് നടന്നത് കൊണ്ട് മാത്രം, ഇത് കയ്യിലിടുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ഈ വചനം നമ്മിലേക്ക് പ്രവേശിക്കണം, നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. അതിന് ഏതൊക്കെ രീതിയിലാണ്? ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാണിത്. ഈ വചനത്തിൽ ഉപദേശമുണ്ട്. there is teaching in the Bible. അത് മറ്റൊരാൾ പഠിപ്പിക്കുകയാകാം. നമ്മൾ വായിച്ചാൽ, നമ്മൾ ശരിയായ നിലയിൽ ഒരു ദൈവത്തിന്റെ മനുഷ്യൻ ദൈവത്തിന്റെ വചനം വായിച്ചാൽ ആ വചനം തന്നെ അവനെ ഉപദേശിക്കും. there is teaching, there is reproof. ഈ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കും, അതിനകത്ത് ടീച്ചിങ് ഉണ്ട്, റിപ്രൂഫ് ശാസനമുണ്ട്, അതുപോലെ കറക്ഷൻ ഉണ്ട്. ഈ വചനം വായിക്കുമ്പോൾ അതിൽ കറക്ഷൻ ഉണ്ട്. സോ there is teaching, there is reproof, there is correction. എന്നെ മാറ്റിമറിക്കുന്നതാണ് വചനം, എന്നെ കറക്റ്റ് ചെയ്യുന്നതാണ്, ഗുണീകരിക്കുന്നതാണ് വചനം. ആൻഡ് ഇൻസ്ട്രക്ഷൻ ഇൻ റൈച്ചസ്നെസ്, നീതിയിലെ അഭ്യസനത്തിന്. അതായത് ഈ വചനം വായിക്കുകയും പഠിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ അതെന്നെ നീതിയുടെ അഭ്യസനത്തിന്, ഒരു നീതിയുള്ള ജീവിതം ജീവിക്കാൻ അതെന്നെ സഹായിക്കും. അങ്ങനെയാണ് നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നത്. ആ നീതിയുടെ അഭ്യസനം, അത് പല രീതിയിൽ പറഞ്ഞല്ലോ, ഉപദേശം, ശാസനം, ഗുണീകരണം, നീതിയിലെ അഭ്യസനത്തിന് പ്രയോജനമുള്ളത്. ഇത് വായിച്ച് പഠിച്ച് പ്രവർത്തിക്കുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ആകും. ഇനി ആ പെർഫെക്ഷനിലേക്ക്, സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന്, അതാണ് ദൈവവചനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. പെർഫെക്റ്റ് ആയിട്ടുള്ള യഹോവയുടെ വചനം തികവുള്ളത് എന്ന് പറയാനുള്ള കാരണം അതാണ്. ആ തികവുള്ള വചനം നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നതാണ് എന്നാണ് നമ്മൾ കണ്ടത്. ഒരു വാക്യം കൂടെ ഇതുമായിട്ട് ചേർന്ന് പുതിയ നിയമത്തിൽ തന്നെ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കും. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഗാഡ്സ് വേർഡ് ഈസ് ലിവിങ് ആൻഡ് ആക്റ്റീവ്. ലിവിങ് ആണ്, ജീവനുള്ളതാണ്. ഒരു ബുക്ക് ജീവനുള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. ഈ കടലാസ് അല്ല ജീവനുള്ളത്, ഇതിലെ വചനം, ദൈവനിശ്വാസീയമായ ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്,
ജീവൻ കൊടുക്കുന്നതാണ്. ജീവൻ ഉള്ളതാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതാണ്. ഇറ്റ് ഗിവ്സ് അസ് ലൈഫ്. നമ്മളെ ജീവിപ്പിക്കുന്നതാണ്, ചൈതന്യമുള്ളതാണ്, ആക്റ്റീവാണ്. ദൈവത്തിന്റെ വചനം പാസീവ് അല്ല, അത് ക്രിയ ചെയ്യുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ വായിച്ച് ഒരു വ്യത്യാസവും ഉണ്ടാകാതിരിക്കുന്നത് ഏതാണ്ട് അസംഭവ്യമായ കാര്യമാണ്. നമ്മൾ ഈ വചനം ദൈവത്തിന്റെ വചനമായി തിരിച്ചറിഞ്ഞു വായിച്ചാൽ അത് നമ്മളെ രൂപാന്തരപ്പെടുത്തും. അത് ചൈതന്യമുള്ളതാണ്, അത് ലിവിങ് ആണ്, ജീവനുള്ളതാണ്, പാസീവ് അല്ല, ആക്റ്റീവാണ്, ക്രിയ ചെയ്യുന്നതാണ്. അപ്പോൾ വചനം വായിക്കുമ്പോൾ അത് നമ്മളിൽ ക്രിയ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതിനുവേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നത്. അത് ക്രിയ ചെയ്യുന്നതാണ്. പിന്നെ എഴുതിയിരിക്കുന്ന വാക്ക് ഇരുവായ്ത്തരയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നശിപ്പിക്കാൻ വേണ്ടി കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ പല രീതിയിലുണ്ട്. നശിപ്പിക്കാൻ വേണ്ടി കട്ട് ചെയ്യുന്ന കാര്യമല്ല. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്തെന്നറിയാമോ? ഇരുവായ്ത്തരയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ഞകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാണ്. അതായത് വി ഹാവ് എ ബോഡി, എ സോൾ ആൻഡ് സ്പിരിറ്റ്. നമുക്ക് ശരീരമുണ്ട്, ആത്മാവുണ്ട്, നമുക്ക് പ്രാണൻ അഥവാ സോൾ. വി ഹാവ് ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. നമ്മുടെ ബീയിങ്ങിന്റെ വിവിധ തലങ്ങളാണ്. പ്രാണനുണ്ട്, ആത്മാവുണ്ട്, സന്ധിമജ്ജകൾ. ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ബീയിങ്ങിന്റെ വിവിധ തലങ്ങൾ നമുക്കുണ്ട്. എന്നാൽ സ്വാഭാവിക മനുഷ്യനിൽ ഇതിനകത്ത് ആദ്യത്തെ രണ്ടെണ്ണം ചിലപ്പോൾ വർക്ക് ചെയ്ത് തന്നിരിക്കും. ബോഡി എല്ലാവർക്കും ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ്. എല്ലാവരുടെയും ബോഡി. നമുക്ക് ബോഡിക്ക് വിശപ്പുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ നടക്കുന്നു. നമ്മുടെ ശരീരം അഥവാ നമ്മുടെ സന്ധിമജ്ജകൾ അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരുപോലൊക്കെ തന്നെയാണ്. അത് ഉപയോഗിക്കുന്നത് പല രീതിയിലായിരിക്കും. അതിൻ്റെ പ്രവൃത്തി ഏതാണ്ട് ഒരുപോലെയാണ്. രണ്ടാമത് നമുക്കുള്ളത് മൈൻഡാണ്. അതിന് സോൾ എന്ന വാക്ക് സാധാരണ ഉപയോഗിക്കാറുണ്ട്. അതിനകത്ത് നമ്മുടെ മനസ്സുണ്ട്, ഇൻ്റലിജൻസ് ഉണ്ട്, അതേപോലെ നമ്മുടെ വിൽ പവറും ഉണ്ട്. അതും നമ്മുടെ സോളിൻ്റെ ഭാഗമാണ്. വിൽ പവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ഛാശക്തിയുണ്ട്, തീരുമാനമെടുക്കുന്ന, നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. അതൊക്കെ എല്ലാവരും തീരുമാനങ്ങൾ എടുക്കും. നമ്മുടെ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എല്ലാ മനുഷ്യരിലും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ബോഡി, നമ്മുടെ സോൾ, ഇത് എല്ലാ മനുഷ്യരിലും ഏകദേശം ആക്റ്റീവാണ്. അതിൻ്റെ അപ്പുറത്തുള്ളതാണ് സ്പിരിറ്റ്. എൻ്റെ ചിന്തകളെയും എൻ്റെ ഇച്ഛകളെയും എല്ലാം കടന്നു ചെല്ലുന്ന ഒരു ആത്മതലമുണ്ട്. ഈ ആത്മാവ് മിക്കവരിലും ഇന്നാക്റ്റീവാണ്. അത് മിക്കവരിലും പ്രവർത്തിക്കുന്നില്ല. വീണ്ടും ജനിക്കുന്നവരിൽ മാത്രമേ, വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ സ്പിരിച്വലി എലൈവ് ആവുകയാണ്. വീണ്ടും ജനിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ബീയിങ്ങിന് ഒരു പുതിയ തലത്തിലേക്ക് കയറുന്നതാണ്. നേരത്തെ നമ്മുടെ സ്പിരിറ്റ് ഈ കാര്യമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. റിലീജിയനും സ്പിരിറ്റിനെ സ്പർശിക്കുന്നില്ല, നമ്മുടെ മൈൻഡിനെ സ്പർശിക്കുന്നുണ്ട്, നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ, എടാ നീ ഞങ്ങളുടെ യോഗത്തിനൊക്കെ വന്നിരിക്കുക, നിനക്കൊരു മനസ്സമാധാനം ഉണ്ടാകട്ടെന്ന്. അതിനിപ്പോൾ നമ്മുടെ യോഗത്തിന് വരണമെന്നില്ല. ശ്രീ രവിശങ്കറിൻ്റെ മീറ്റിങ്ങിന് പോയിരുന്നാലും ചിലപ്പം അവന് മനസ്സമാധാനം ഉണ്ടായെന്നിരിക്കും. അവൻ്റെ ആത്മാവ് നിർജീവമാണ് അപ്പോഴും. അങ്ങനെ ഇച്ഛകളെയും മനസ്സിനെയും ഇൻ്റലിജൻസിനെയും എല്ലാം എല്ലാവർക്കും എല്ലാം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ദൈവവചനത്തിൻ്റെ പ്രത്യേകത പറയുകയാണ്, അത് മൂർച്ചയുള്ളതാണ്. അത് ശരീരത്തിനകത്തോട്ട്, നമ്മുടെ ബോഡി മുറിച്ച് കളയുന്നെന്നുള്ള അർത്ഥത്തിലല്ല, ശരീരത്തിൻ്റെയും ദേഹിയുടെയും ഇടയിലൂടെ കയറി നമ്മുടെ ആത്മാവിനെ സ്പർശിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അതാ ഇവിടെ പറയുന്ന കാര്യം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ദൈവവചനം വായിക്കുമ്പോൾ അതെൻ്റെ ഓരോ കാര്യങ്ങളും എൻ്റെ ഇൻ്റലിജൻസിലാണോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്, എൻ്റെ ബുദ്ധിയിലാണോ, എൻ്റെ മനസ്സിലാണോ, അതോ എൻ്റെ ആത്മാവിലേക്ക് കയറിയിട്ടുണ്ടോ എന്ന് വചനം നമ്മളെ പഠിപ്പിക്കും. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, റിലീജിയൻ്റെ ഒരു പ്രത്യേകത, കുറച്ച് ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളങ്ങ് സംതൃപ്തരാകും. നമ്മുടെ ആത്മാവിന് രൂപാന്തരം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതിപ്പോൾ എല്ലായിടത്തും ഉണ്ട്. വചനം വായിക്കാത്തവരിലും ചിലപ്പം ഇമോഷണൽ എക്സ്പ്ലോഷനൊക്കെ ഉണ്ടായെന്നിരിക്കും. വചനം വായിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും നമ്മുടെ വില്ലും അതിനെയെല്ലാം കടന്നു ചെന്നിട്ട് ആത്മാവിനെ പോയി സ്പർശിക്കും. അത് വചനത്തിനേ പറ്റൂ. അതുകൊണ്ടാണ് വചനം ഇത്ര പ്രാധാന്യമുള്ളതാകുന്നത്. നമ്മളെ തികഞ്ഞവരാക്കണമെങ്കിൽ നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡ്, നമ്മുടെ വില്ല് ഇതെല്ലാം കഴിഞ്ഞ്
അതിനപ്പുറത്ത് നമ്മുടെ ആത്മാവും കൂടെ ഒരുപോലെ, അപ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഇതൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്. നമ്മളുടെ പ്രത്യേകത അതാണ്. ദൈവം എല്ലാ തലത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്. ദൈവം നമ്മുടെ ശരീരത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്, ദൈവം നമ്മുടെ മൈൻഡിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ആത്മാവിലേക്ക് പ്രവർത്തിക്കണമെങ്കിൽ ആത്മാവ് സജീവമായിരിക്കണം. സ്വാഭാവിക മനുഷ്യൻ്റെ ആത്മാവ് സജീവമല്ല. ആദം പാപം ചെയ്തപ്പോൾ അതിനു മുമ്പ് അവനും ദൈവവുമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതെല്ലാം അവൻ കേട്ടുകൊണ്ടിരുന്നു. അവൻ ആത്മാവിൽ മനസ്സിലാക്കി. ആത്മാവിലാ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. കർത്താവ് തന്നെ ശമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞാൽ ഇന്നും നമ്മൾ കേട്ടത്. ശമരിയാക്കാരി സ്ത്രീയോട് പറയുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്? ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും അവനെ നമസ്കരിക്കണം. നമ്മുടെ സ്പിരിറ്റ് ലൈവ് ആകണം, നമ്മുടെ ആത്മാവ് സജീവമാകണം. നമ്മുടെ ആത്മാവിനെ സജീവമാക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ശരിയായ നിലയിൽ ദൈവത്തിൻ്റെ വചനം ഒരു ആത്മീയൻ മനസ്സിലാക്കുമ്പോൾ അവൻ്റെ ആത്മാവ് തന്നെ രൂപാന്തരപ്പെടുകയാണ്. അതവൻ്റെ മനസ്സിനെയും അവൻ്റെ ബുദ്ധിയെയും ഒക്കെ സ്പർശിക്കും. പക്ഷെ അതിനപ്പുറത്ത് ആത്മാവിൽ അവൻ ദൈവത്തെ അറിയും, ആത്മാവിൽ അവൻ ദൈവത്തെ ആരാധിക്കും. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവനാകണമെന്ന് ദൈവം ഇച്ഛിക്കുന്നെന്നാണ് കർത്താവ് പറഞ്ഞത്. അതായത് നമ്മുടെ ആരാധനയും ഇൻ്റലക്ച്വലായിട്ടുള്ള ആരാധനയല്ല, ഇമോഷണലായിട്ടുള്ള ആരാധനയല്ല. മാത്രമല്ല, ഇതെല്ലാം ഉണ്ട് കേട്ടോ, ഇമോഷൻസ് ഒന്നും ഇല്ലാത്തതൊന്നുമല്ല. നമുക്കെല്ലാം ഇമോഷൻസ് ഉണ്ട്, നമുക്കെല്ലാം ഇച്ഛകളുണ്ട്, നമുക്കെല്ലാം ഇതെല്ലാം ഉണ്ട്. പക്ഷേ അതിനപ്പുറത്ത് നമ്മുടെ ആത്മാവ് സജീവമാകണമെങ്കിൽ വചനം പ്രവർത്തിക്കണം. വചനം എന്തു ചെയ്യും? ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും ഇമോഷൻസിൻ്റെയും അപ്പുറത്തേക്ക് കയറി നമ്മുടെ ആത്മാവിനെ അത് രൂപാന്തരപ്പെടുത്താൻ തുടങ്ങും. അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാകണം. എൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ എൻ്റെ ഇച്ഛകൾ അത് ആത്മാവിന് യോജിക്കുന്നതാണോ, അതിനെ തുളച്ച് ചെല്ലുന്നതെന്നാണ് പറഞ്ഞത്. അതിനെ ഡിസേൺ ചെയ്യുന്നതാണ്. അതൊരാവശ്യമുള്ള ഒരു കാര്യമാണ്. എല്ലാ തലവും ഞാൻ പറഞ്ഞല്ലോ, ഇമോഷൻസ് വേണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. വചനം എല്ലാ തലത്തിലും വേണം. വചനം വായിക്കണം. എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ദൈവ വചനം ഞാൻ പഠിക്കണം. വചനം എൻ്റെ മനസ്സിൻ്റെ തുടിപ്പാകണം. എന്നാൽ വചനം എൻ്റെ ആത്മാവിൽ ഇറങ്ങിച്ചെല്ലണം. എൻ്റെ ഇൻ്റലിജൻസ് വചനം വായിക്കുമ്പം തീർച്ചയായും ബുദ്ധിപരമായി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകണം. കാരണം വചനം നമ്മുടെ ബുദ്ധിയെയും സ്പർശിക്കും, നമ്മുടെ ഇച്ഛകളെയും സ്പർശിക്കും. എന്നാൽ അതിനും അപ്പുറത്ത് വചനം നമ്മുടെ ആത്മാവിനെയും സ്പർശിക്കുന്നതാകണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിപഞ്ചകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും. അപ്പോൾ വചനം വായിക്കുമ്പോൾ നമ്മൾ വേർപിടിക്കുക. നമ്മൾ തന്നെ പറയും എൻ്റെ ഒരു ധാരണ അങ്ങനെയായിരുന്നു. ദൈവം അതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ എങ്ങനെ മനസ്സിലാക്കിയത്? ആത്മാവിലാണ്. ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ല അത്. അതിനപ്പുറത്ത് വചനം എല്ലാ മണ്ഡലങ്ങളിലും വർക്ക് ചെയ്യണം. എൻ്റെ മനസ്സിൽ വർക്ക് ചെയ്യണം, എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ ഇമോഷൻസിൽ, എല്ലായിടത്തും നമ്മൾ ഒരുപോലെ വർക്ക് അപ്പോഴാണ് പെർഫെക്റ്റ് ആകുന്നത്. ഇനി സങ്കീർത്തനത്തിൻ്റെ 19-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച 7-ാം വാക്യത്തിൽ വായിച്ചത് എന്താണ്? യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. ഇറ്റ് ഈസ് പെർഫെക്റ്റ്. അത് പെർഫെക്റ്റ് ആകണമെങ്കിൽ നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും അത് പ്രവർത്തിക്കുമ്പോഴാണ് അത് പെർഫെക്റ്റ് ആകുന്നത്. ലെറ്റ്സ് കം ബാക്ക്. സങ്കീർത്തനം 19:7, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് നമുക്കൊരു ആശ്വാസം നൽകുന്നത് എന്ന ഒരു നിലയിൽ മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം അതാണ്. ദൈവവചനം വായിച്ചാൽ നമുക്ക് വളരെ ആശ്വാസം ഉണ്ടാകും കേട്ടോ. പ്രാണനൊരു തണുപ്പ് അങ്ങനെ പറയുമല്ലോ സാധാരണ രീതിയിൽ. പക്ഷെ ആ പ്രാണനെ തണുപ്പിക്കുന്നു എന്നുള്ള വാക്ക് വളരെ ഡിഫറൻ്റായിട്ടുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. അവിടെ തണുപ്പിക്കുന്നു എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് റെസ്റ്റോഴ്സ് മൈ സോൾ. എൻ്റെ പ്രാണനെ അഥവാ എൻ്റെ ആത്മാവിനെ അത് റെസ്റ്റോർ ചെയ്യുന്നെന്നാണ്. അതായത് വഴി തെറ്റിപ്പോയ ഒന്നിനെ തിരികെ കൊണ്ടുവരുന്നതാണ് റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്
മാനസാന്തരത്തിന് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുണ്ടല്ലോ, മാനസാന്തരപ്പെടുക. ഷൂബ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. ഷൂബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്ന് തിരികെ നേരെ ഓപ്പോസിറ്റ് വഴിയിലേക്ക് നടത്തുന്നു എന്ന് പറയുന്നതാണ് ഷൂബ് എന്ന് പറയുന്ന വാക്ക്. അത് പ്രാണനെ തിരിക്കുന്നു, ടേൺസ് ബാക്ക്. റിപ്പൻറ്റൻസിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. പോകുന്ന വഴിയുടെ നേരെ വിപരീത ദിശയിലേക്ക് തിരിക്കുന്നു. റിപ്പൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും യോഹന്നാൻ സ്നാപകൻ വന്നിട്ട് പറഞ്ഞു, റിപ്പൻറ്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് അറ്റ് ഹാൻഡ്. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. യേശുവും പറഞ്ഞത് എന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്നാ? നീ ഇപ്പോൾ പോകുന്ന വഴി പാപത്തിലേക്കുള്ള വഴിയാണ്. പാപത്തിലാണ് നീ സഞ്ചരിക്കുന്നത്, നരകത്തിലേക്കുള്ള വഴിയിലാണ് നീ പോകുന്നത്. ടേൺ, ഗോഡ്സ് കിങ്ഡം ഈസ് ഇൻ ദ ബാക്ക്. ദൈവത്തിൻ്റെ രാജ്യം പുറകില. നീ ദൈവത്തിന് പുറംതിരിഞ്ഞ് നരകത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുക മക്കളെ. നീ തിരിയടാ, നീ ദൈവത്തിങ്കലേക്ക് തിരിയുക. ശരിക്കും ഷൂബ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിങ്കലേക്ക് തിരിയുക എന്ന അർത്ഥത്തിലാണ്. യഹോവയുടെ വചനം, അത് ന്യായപ്രമാണം, അത് തികവുള്ളത്, ഇറ്റ് ഈസ് പെർഫെക്റ്റ്. അത് പ്രാണനെ തിരിക്കുന്നു, നിന്റെ ജീവിതത്തെ മടക്കി വരുത്തുന്നു, ട്രാൻസ്ഫോം. ശരിക്കും ദൈവവചനമാണ് ഏതു മനുഷ്യനെയും മടക്കി വരുത്തുന്നത്. നേരെ ഓപ്പോസിറ്റ് വഴിയിൽ വചനമാണ് എപ്പോഴും നമ്മളെ തിരിച്ചു വരുത്തുന്നത്, ദൈവ വഴിയിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരുന്നത്, നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി തിരിച്ചു വിടുന്നത്. അതാണ് അവിടെ കാണുന്നത്. ദ വേർഡ് മേക്സ് എ പേഴ്സൺ ടേൺ ടു ഗോഡ്. അവൻ ദൈവത്തിങ്കിലേക്ക് തിരികെയാണ്. അവൻ്റെ പാപ വഴികളിൽ നിന്ന് ദൈവ വഴിയിലേക്ക് തിരിച്ചു വിടുകയാണ്. അത് വചനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ വചനമല്ലേ നമ്മളെ ഒരു പുതിയ ക്രിയേഷൻ ആക്കിയത്, ഒരു പുതിയ സൃഷ്ടിയാക്കിയത്? പാപ വഴിയിൽ പോയിരുന്നതായ നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട്, ദൈവത്തിൻ്റെ വചനം കേട്ട്, ആ വചനം കേട്ടത് കൊണ്ടാണ് നമ്മൾ തിരിഞ്ഞത്. നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. നമ്മൾ വിശ്വാസത്തിൽ വന്നത് വചന കേൾവി കൊണ്ടാണ്. അതിൻ്റെ മുകളിലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴും അവിടെയും നമ്മൾ കാണുന്ന കാര്യം അതാണ്. 14-ാമത്തെ വാക്യത്തിൽ അല്ലെങ്കിൽ 13-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? അപ്പൊ കേൾക്കണമെങ്കിൽ പ്രസംഗിക്കണം. പ്രസംഗിക്കുന്നത് എന്താ? വചനം. അപ്പോൾ വചനമാണ് ഒരുവനെ രൂപാന്തരപ്പെടുത്തുന്നത്. അത് ആദ്യ സമയം മുതൽ. അതുകൊണ്ടാണ് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. വചനം കേൾക്കുന്നവൻ ട്രാൻസ്ഫോംഡ് ആകുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് പറയുന്ന വാക്കിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണനെ തിരിച്ചു വരുത്തുന്നു. പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്ന് ദൈവ വഴിയിലേക്ക് അവനെ കൊണ്ടുവരുന്നു എന്നാ പറയുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന ആ ഒരു അവസ്ഥ പാപിയെ വിശുദ്ധനാക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ട്രാൻസ്ഫോർമേഷൻ ഫ്രം എ സിന്നർ ടു എ സെയിന്റ്. പാപിയായിരുന്ന നമ്മളെ വചനമാണ് വേർതിരിച്ച് തിരിപ്പിച്ച് ദൈവത്തിങ്കലേക്ക് അടുപ്പിച്ചത്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. അത് പ്രാണനെ തിരിച്ചു വരുത്തുന്നു, തിരികെ വരുത്തുന്നു. തണുപ്പിക്കുന്നു എന്നുള്ള വാക്കാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള അർത്ഥം അത് പ്രാണനെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പാപ വഴിയിൽ നിന്ന് തിരികെ വരുത്തുന്നു എന്നുള്ളതാണ്. ആൻഡ് വി ബിക്കം എ ന്യൂ ക്രിയേഷൻ. ഒരു പുതിയ സൃഷ്ടിയാക്കി വരികയാണ്. ഒരുവന്റെ രൂപാന്തരീകരണം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഞങ്ങളുടെ യോഗത്തിനൊക്കെ പാടാ ഒരു സന്തോഷമൊക്കെ ഉണ്ടാകട്ടെ. സന്തോഷം ഉണ്ടായിക്കോട്ടെ, ഞാനതിനെതിരൊന്നുമല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. രൂപാന്തരം നടന്നില്ലെങ്കിൽ വെറും സന്തോഷം ഉണ്ടാകുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ഒരു പാപി അവൻ ഇവിടെ ഇരുന്ന് സന്തോഷിച്ചാലും, ദൈവമക്കളുടെ യോഗത്തിന് വന്നിരുന്ന് സന്തോഷിച്ചാലും, അവൻ പാപിയാണെങ്കിൽ അവൻ നരകത്തിലേ പോകത്തുള്ളൂ. യോഗത്തിന് വന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങ് സ്വർഗത്തിൽ പോകത്തൊന്നുമില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ രൂപാന്തരപ്പെടണം. രൂപാന്തരപ്പെട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. രൂപാന്തരം ഉണ്ടാകാതെ പുറമേ ചില കാര്യങ്ങൾ നടന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എന്നറിയാമോ? പലപ്പോഴും നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങളിൽ അങ്ങ് സംതൃപ്തരാകും. യഥാർത്ഥത്തിൽ ഒരു രൂപാന്തരീകരണം ഉണ്ടായിട്ടുണ്ടോ
എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മൾ അറിയണം. ഇല്ലെങ്കിൽ പുറമേ ചില വ്യത്യാസങ്ങളുണ്ടാകും. ഞാൻ അതിനൊരു 3 ഉദാഹരണത്തോടെ പറയാം. 3 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഒന്നാമത്തേത് ഒരു പാമ്പിൻ്റെ രൂപാന്തരീകരണമാണ്. ഈ പാമ്പ് ഇങ്ങനെ നടന്ന് ഇച്ചിരി പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പം തൊലിയെല്ലാം ചുളുങ്ങി ഒരു പരുവമായപ്പം ഈ പാമ്പിന് ഭയങ്കര സങ്കടം. എന്നെ ഇപ്പം കണ്ടാൽ ഒന്നിനും കൊള്ളത്തില്ല, എനിക്കൊരു രൂപാന്തരം ആവശ്യമുണ്ട്. ഇതൊരു ഇടുക്ക് മതിലിനകത്തൂടെ കയറി ഇറങ്ങിയപ്പോൾ എന്തോ സംഭവിച്ചെന്നറിയാമോ? പുറത്തെ പടം അങ്ങ് പൊഴിഞ്ഞു പോയി. ഇപ്പോൾ പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് അയ്യോ എന്തൊരു സുന്ദരനാ. പക്ഷെ പാമ്പ് സുന്ദരനായെന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ ജീവിതത്തിന് രൂപാന്തരം വല്ലതും വന്നോ? പുറമേ അവൻ്റെ പടം പൊഴിച്ചു കളഞ്ഞാലും അകത്ത് വിഷം തന്നെയാ. പടം പൊഴിച്ച പാമ്പ് കടിച്ചാൽ ചാകാതിരിക്കുവോ? പടം പൊഴിച്ച പാമ്പും കടിച്ചാൽ ചാകും. കാര്യം അവൻ്റെ ഉള്ളിൽ നിന്ന് വിഷം പോയിട്ടില്ല, അവന് യഥാർത്ഥത്തിലുള്ള രൂപാന്തരം ഉണ്ടായിട്ടില്ല. യഹോവയുടെ വചനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. അത് പുറമേ ഉള്ള പടം പൊഴിച്ചിൽ പോലെയല്ല, അകത്തെ വിഷമാ പോകേണ്ടത്, അല്ലാതെ പുറത്തെ തൊലി പോയാൽ പോരാ. അവൻ്റെ പുറമേ ഉള്ള ജീവിതത്തിൻ്റെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായെന്നും പറഞ്ഞ് ശരിയായിട്ടുള്ള രൂപാന്തരം ഉണ്ടായി വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. പാമ്പ് പടം പൊഴിച്ചതുപോലെ ഞാൻ മാനസാന്തരപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ട്. ചിലപ്പോൾ പറയും, പണ്ട് ഞാൻ 2 കുപ്പി കള്ളു കുടിക്കുമായിരുന്നു, ഇപ്പം വല്ലപ്പോഴും ഒരു പാട്ട് നടക്കുമ്പോൾ ഒന്ന് കുടിച്ചെങ്കിലേ, അല്ലാതെ ഞാനത് കുടിയൊക്കെ നിർത്തി. അല്ലെങ്കിൽ ഞാനിപ്പോൾ കള്ളു കുടിക്കത്തേ ഇല്ലെന്ന് പറയുന്നവരുണ്ടായിരിക്കും. കള്ളുകൂടി നിർത്തുന്നത് നല്ല കാര്യമാണെങ്കിലും നിനക്ക് രൂപാന്തരമൊന്നും ഉണ്ടായിട്ടില്ല. വചനം നിന്നെ രൂപാന്തരപ്പെടുത്തിയില്ല. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ രൂപാന്തരപ്പെടുത്തുന്നു. അത് ആഴത്തിലുള്ള രൂപാന്തരീകരണമാണ്. ട്രാൻസ്ഫോർമേഷൻ നടക്കണം. യു നീഡ് ടു ബിക്കം എ ന്യൂ ക്രിയേഷൻ. രണ്ടാമത്തെ രൂപാന്തരീകരണം എന്ന് നമ്മൾ പുറമേ കാണുന്ന രൂപാന്തരത്തിൻ്റെ മറ്റൊരു ഉദാഹരണം ഈ കഴുകൻ്റെയാണ്. വൾച്ചർ. ഈ കഴുകനും ഇതുപോലെ പ്രായമൊക്കെ ആകുമ്പം ആകെപ്പാടെ ഒരു പ്രയാസമൊക്കെ ഉണ്ടായി. നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടാകും. അത് ഏതെങ്കിലും ഒരു വലിയ മലയുടെയൊക്കെ മുകളിൽ പോയിരുന്ന് ഇങ്ങനെ തപസരിക്കുന്നത് പോലെ ഇരിക്കും. അതിൻ്റെ പുറത്തെ തൂവലുകളെല്ലാം പൊഴിഞ്ഞു പോകും, എന്നിട്ട് പുതിയ തൂവൽ വരും. തന്നെയല്ല, അതിൻ്റെ നഖമൊക്കെ മാറി പുതിയ നഖമൊക്കെ വന്നു, കൊക്ക് ഒക്കെ മാറി പുതിയ കൊക്ക് വന്നു. കണ്ടാൽ സിംപ്ലനായിട്ട് സുന്ദരനായിട്ട് കഴുകൻ വരിക. അപ്പോൾ നമ്മൾ പറയും, കഴുകൻ്റെ ഒരു രൂപാന്തരമേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോഴും ശവം കണ്ടാൽ ശവവും തിന്നുകൊണ്ടിരിക്കും. ഇതുപോലെ പല ആളുകളുമുണ്ട്. പുറമേ ഒത്തിരി കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും സാഹചര്യം വന്നാൽ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്നവരുണ്ട്. പാമ്പിനെ പോലെ വിഷമുള്ളവരെ വിഷം കളയാതെ പുറമേ പടം പൊഴിച്ചവരുണ്ട്. കഴുകനെ പോലെ തൂവലുകളൊക്കെ പുതുതായിട്ടുണ്ട്, പക്ഷേ ശവം തിന്നുന്നത് മാറ്റിയിട്ടില്ല. അങ്ങനെ ഒരു രൂപാന്തരമല്ല വചനം നമുക്ക് നൽകുന്നത്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ കൺവേർട്ട് ചെയ്യുകയാണ്, അതിനൊരു പുതിയ സൃഷ്ടിയാക്കുകയാണ്. മൂന്നാമത് ഒരു രൂപാന്തരമുണ്ട്. ബട്ടർഫ്ലൈ നമുക്കറിയാമല്ലോ, ചിത്രശലഭങ്ങൾ. ഈ ചിത്രശലഭങ്ങൾ ജനിച്ചപ്പോഴേ ചിത്രശലഭമൊന്നും അല്ലായിരുന്നു, അല്ലേ? ഇറ്റ് വാസ് ജസ്റ്റ് എ വർം, ഒരു പുഴു. ഈ പുഴുവിന് ഒരു കൊക്കൂണിൽ ഒരു പുഴു. പക്ഷേ ഈ പുഴു അവിടെ ഇരുന്ന് രൂപാന്തരപ്പെട്ട് പുറത്തു വരുമ്പോൾ പുഴുവിൻ്റെ കുഞ്ഞായിട്ടല്ല പുറത്തു വരുന്നത്. ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് ആസ് എ ബട്ടർഫ്ലൈ വിത്ത് ഇറ്റ്സ് വിങ്സ്. അതിൻ്റെ ചിറകുകൾ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ടോട്ടലി ന്യൂ ആണ്, പുതിയതാണ്. ഇന്നലെ വരെ പുഴു എഴഞ്ഞു നടക്കുകയായിരുന്നു, പക്ഷേ ഇന്ന് ചിത്രശലഭം പറന്ന് നടക്കുകയാണ്. ഇന്നലെ വരെ ഭൂമിയിൽ മണ്ണ് തിന്നുകയായിരുന്നു, ഇന്നത് തേൻ കുടിക്കുകയാണ്. ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ശരിയായിട്ടുള്ളൊരു രൂപാന്തരത്തിൻ്റെ ഉദാഹരണം. ഇതെല്ലാം ഉദാഹരണങ്ങളാണ്. ഇതുപോലെയുള്ള രൂപാന്തരീകരണം, ട്രാൻസ്ഫോർമേഷൻ ശരിക്കും നമുക്ക് തരുന്നത് വചനമാണ്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് നമ്മുടെ പ്രാണനെ രൂപാന്തരപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി പിന്നീട് ഒരിക്കലും പഴയ പാപപ്രവൃത്തിയിലേക്ക് പോവുകയില്ല. ഒരു ബട്ടർഫ്ലൈ പുഴുവിനെ പോലെ നടക്കത്തില്ല, അതിനെപ്പോലെ തിന്നത്തില്ല. അത് ഇന്നലെ കഴിച്ചുകൊണ്ടിരുന്നതല്ല ഇന്ന് കഴിക്കുന്നത്. മണ്ണ് തിന്ന് അത് ജീവിച്ചത്. പക്ഷെ ഇന്ന് ഒരു ബട്ടർഫ്ലൈയും മണ്ണ് തിന്ന് ജീവിക്കുന്നില്ല. അതിന് ഭൂമിയുമായിട്ടുള്ള റിലേഷൻ വല്ലപ്പോഴും വന്നൊന്ന് ഇരിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം അത് തേനാണ് കഴിക്കുന്നത്. പഴയ പാപപ്രവൃത്തിയിലേക്ക് മടങ്ങിപ്പോകുന്നവനെ വചനം രൂപാന്തരപ്പെടുത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വചനം നമ്മളെ പഴയ പാപപ്രവൃത്തിയിൽ നിന്ന് മാറ്റിമറിക്കുന്നതാണ്. ജോൺ വെസ്ലിയെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ജോൺ വെസ്ലി അറിയപ്പെടുന്ന ഒരു റിഫോമിസ്റ്റ് നവീകരണ പ്രസംഗകനും
അനേകരെ കർത്താവിലേക്ക് നയിച്ച വ്യക്തിയാണ്. ഈ ജോൺ വെസ്ലിയുടെ അമ്മ സൂസന്ന വെസ്ലി, മക്കൾ കുറച്ച് പേരുണ്ട്. വളരെ കഷ്ടപ്പെട്ട് പിള്ളേരെ വളർത്തിയതാണ്. അങ്ങനെയൊക്കെ ജോൺ വെസ്ലി കോളേജിൽ പഠിക്കാനായിട്ട് പോയപ്പോൾ ജോൺ വെസ്ലിക്ക് അമ്മ ഒരു വേദപുസ്തകം കൊടുത്തു. ഇന്നിപ്പം വേദപുസ്തകം വാങ്ങിക്കാൻ നമുക്ക് 300-400 രൂപ കൊടുത്താൽ മതി. പക്ഷേ അന്ന് വേദപുസ്തകം എന്ന് പറയുന്നതൊന്നും അങ്ങനെ അവൈലബിൾ അല്ല. അന്ന് വേദപുസ്തകം ഭയങ്കര എക്സ്പെൻസീവാണ്. അങ്ങനെ ഇത്രയും എക്സ്പെൻസീവായിട്ടുള്ള ഒരു വചനം ബൈബിള് ജോൺ വെസ്ലിയുടെ അമ്മ സൂസന്ന ജോൺ വെസ്ലിക്ക് കൊടുത്തു. അപ്പോൾ ജോൺ വെസ്ലി തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഒന്നാമത്തെ കാര്യം, അവർ പാവപ്പെട്ടവരാ. അമ്മ എവിടുന്ന ഈ പൈസ എല്ലാം സ്വരൂപിച്ച് എനിക്ക് ഈ ബൈബിള് തന്നത്? ഇത്രയും ഡു ഐ ഡിസേർവ് ദാറ്റ്? ഉടനെ സൂസന്ന വെസ്ലി ജോൺ വെസ്ലിയോട് പറഞ്ഞൊരു വാചകം, ജോൺ, ഈദർ ദിസ് ബുക്ക് വിൽ കീപ് യു അവേ ഫ്രം സിൻ ഓർ സിൻ വിൽ കീപ് യു അവേ ഫ്രം ദിസ് ബുക്ക്. ഒന്നുകിൽ ഈ വചനം നിന്നെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തും, അല്ലെങ്കിൽ നീ പാപത്തിൽ തുടർന്നാൽ പാപം ഈ ബുക്കിൽ നിന്ന്, ഈ പുസ്തകത്തിൽ നിന്ന് നിന്നെ മാറ്റി നിർത്തും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു പാപത്തിൽ വീണു പോയാൽ പിന്നെയും നമ്മൾ ചിലപ്പോൾ പാട്ട് പാടിയെന്നിരിക്കും, പിന്നെയും പ്രാർത്ഥിച്ചെന്നിരിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അന്ന് വൈകുന്നേരം മിക്കവാറും വേദോസം വായിക്കത്തില്ല. അതൊരു പ്രശ്നമാണ്. കാരണം പാപം നമ്മളെ വചനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു. എന്നാൽ ബൈബിളിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ബൈബിൾ ട്രാൻസ്ഫോംസ് യു കംപ്ലീറ്റ്ലി. നമ്മളെ പൂർണ്ണമായും രൂപാന്തരപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പൂർണ്ണമായും മാനസാന്തരപ്പെടുത്തുന്നതാണ്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു, പ്രാണനെ മാറ്റിമറിക്കുന്നു. തണുപ്പിക്കുന്നുള്ള വാക്ക് മാറ്റിമറിക്കുന്നു, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്നലെ പോയ വഴി വിട്ട് ആ ദൈവിക വഴിയിലേക്ക് നമ്മളെ മാറ്റിമറിക്കുവാൻ, അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ വചനത്തെ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ എല്ലാം അത് മാറ്റിമറിക്കുന്നു. അതൊക്കെ നമുക്ക് വായിക്കാം, പഠിക്കാം. പക്ഷേ ഞാൻ ആലോചിക്കായിരുന്നു, ശരിക്കും വചനം പഠിച്ചു കഴിഞ്ഞാൽ ആ വചനം നമ്മളെ സ്വാഭാവികമായി മറ്റുള്ളവർ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പിന്നെ നമുക്ക് കഴിയത്തില്ല, അല്ലെങ്കിൽ നമ്മളത് ചെയ്യത്തില്ല. ഇപ്പം ഈ ഗിരിപ്രഭാഷണം തന്നെ ദൈവത്തിൻ്റെ വചനമാണല്ലോ. ആ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും. നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ചില വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കാം. എന്നിട്ട് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക, ഇതുവല്ലോ നമ്മൾ ചെയ്യുമോ? കർത്താവ് തന്നെ പറയുക, 38 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്ന് നിങ്ങൾ അരുളിച്ചേരുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്റെ വലത്തെ ചെകിട്ടത്തടിക്കുന്നവന് മറ്റേത് തിരിച്ച് കാണിച്ചു കൊടുക്കുക. ഇത് ഈസി അല്ല. പക്ഷേ യഥാർത്ഥത്തിൽ വചനം രൂപാന്തരപ്പെടുത്തിയാൽ എന്നെ അടിക്കുന്നവന് മറ്റേ കരണം ഞാൻ കാണിച്ചു കൊടുക്കും. അത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം ശക്തിയിലല്ല ഇത് ചെയ്യുന്നത്. വചനം എന്നെ രൂപാന്തരപ്പെടുത്തിയതാണ്, വചനം എന്നെ മാറ്റിമറിച്ചതാണ്. താഴോട്ടുള്ള ഓരോ വാക്യങ്ങളും, നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഒരുത്തം വന്നിട്ട്, ഈ ഷർട്ട് നിങ്ങൾ താടാ നിന്റെ ഉടുപ്പ് എന്ന് പറഞ്ഞ് എൻ്റെ ഉടുപ്പ് വലിച്ചു പറിച്ചെടുത്ത് കഴിഞ്ഞാൽ, സഹോദര, ഉടുപ്പ് മാത്രം പോരാല്ലോ, തണുപ്പ് കൂടുതലല്ലേ, ഈ പുതപ്പൂടെ എടുത്തു എന്ന് പറയാൻ കഴിയുന്നവനാണ് വചനത്താൽ രൂപാന്തരപ്പെട്ടവൻ. അപ്പോൾ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു. നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവൻ നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോട് കൂടെ പോവുക. യഹൂദന്മാരുടെ കാലയളവിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ കാലയളവിൽ റോമൻ അധീനതയിലായിരുന്നല്ലോ. അപ്പോൾ റോമൻ പട്ടാളക്കാർക്ക് ഒത്തിരി പ്രിവിലേജസ് റോമൻ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്രിവിലേജ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഭാരമുള്ളൊരു കെട്ട് ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ ഏതെങ്കിലും റോമാക്കാരനല്ലാത്ത ഒരുത്തിനെ കണ്ടു കഴിഞ്ഞാൽ, എടുക്കടാ ഇത് എന്ന് പറഞ്ഞ് അവൻ്റെ ചുമടെടുത്ത് മറ്റേ നോൺ ജ്യൂവിൻ്റെ തോളയിൽ വെക്കും. നടക്കടാ. ഒത്തിരി പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? 1 നാഴിക വരെ ദൂരമേ ഉള്ളെങ്കിൽ ആ 1 നാഴിക അവനെ കൊണ്ട് ചുമപ്പിക്കുവാൻ ഈ പട്ടാളക്കാരന് അധികാരമുണ്ട്. 1 നാഴിക കഴിയുമ്പം സ്വാഭാവികമായി നമ്മൾ പറയും, 1 മൈൽ കഴിഞ്ഞു, എന്നാൽ പിന്നെ ഇത് വിളിക്കട്ടെ. പിന്നെ മറ്റവൻ ആരെങ്കിലും വേറൊരു നോൺ ജ്യൂ വരുന്നത് വരെ നോക്കി നിന്ന് ഇത് ചെയ്യും. എന്നാൽ ദൈവവചനം രൂപാന്തരപ്പെടുത്തിയവനാണെങ്കിൽ, എടുക്കടാ ചുമട്, അവൻ എടുത്തു. 1 നാഴിക കഴിഞ്ഞപ്പോൾ, എന്നാ ഇവിടെ വെച്ചേരെ. സാറേ, വീടെത്തിയില്ലല്ലോ, ഞാൻ വീട്ടിൽ കൊണ്ടുതരാം, ഇനി 1 മൈലൂടെ അല്ലേ ഉള്ളൂ, ഞാൻ എടുത്തോളാം എന്ന് പറയണമെങ്കിൽ അവന് യഥാർത്ഥത്തിൽ രൂപാന്തരം വന്നവനായിരിക്കണം. ആ രൂപാന്തരം അവന് വരുത്തുന്നത്
ദൈവത്തിൻ്റെ വചനം മാത്രമാണ്, വേറെ ഒന്നുമില്ല. ദൈവത്തിൻ്റെ വചനമാണ്. അവിടെ താഴോട്ടുള്ള വാക്യങ്ങളെല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, വീട്ടിൽ വായിച്ചാലും മതി. കൂട്ടുകാരനെ സ്നേഹിക്കുകയെന്നും ശത്രുവിനെ പകയ്ക്കുകയെന്നും അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനും നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പഴയ കാലത്ത് ഒരു പീഡിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് ഒരു ക്രിസ്ത്യാനി സ്ത്രീ മിഷണറി, അവരെ പട്ടാളക്കാരെ കൊന്നു കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു പെങ്കൊച്ച് പട്ടാള ക്യാമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് പട്ടാളത്തിൻ്റെ മേധാവിയെ ഒന്ന് കാണണം. അവർ ചോദിച്ചു, എന്തിനാടി? അല്ല, എനിക്ക് ഈ ബൊക്കെ അദ്ദേഹത്തിന് കൊടുക്കാനാ. കൊച്ചായതുകൊണ്ട് അവർ സമ്മതിച്ചു. പട്ടാള മേധാവിയുടെ അടുത്ത് കൊണ്ട് നീ ബൊക്ക കൊണ്ട് കൊടുത്തു. എന്തിനാ നീ എനിക്കിത് കൊണ്ട് തന്നത്? എന്നെ പറഞ്ഞ്, എല്ലാ വർഷവും എൻ്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് ഞാനൊരു ബൊക്ക കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ അമ്മ ഇല്ല, നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ അമ്മയെ പട്ടാളക്കാർ കൊന്നു. അപ്പോൾ ഈ വർഷം എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ആർക്കായി ബൊക്ക കൊടുക്കേണ്ടത്? അങ്ങേക്ക് ഇത് കൊണ്ട് തരാമെന്ന് ചിന്തിച്ചു എന്ന് പറഞ്ഞ് കൊണ്ട് കൊടുത്തു. കൊച്ചാ, പക്ഷേ അവളെ വചനം രൂപാന്തരപ്പെടുത്തി. അവൾ പറഞ്ഞു, എൻ്റെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. രൂപാന്തരത്തിൻ്റെ വചനം, ട്രാൻസ്ഫർമേഷൻ. യഹോവയുടെ വചനം അല്ലെങ്കിൽ യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. അത് പ്രാണനെ മാറ്റിമറിക്കുന്നു, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. ഇനി നമ്മൾ വീണ്ടും സങ്കീർത്തനത്തിലെ 19 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 7 വാക്യത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ സാക്ഷ്യം, ദ ടെസ്റ്റിമണി ഓഫ് ദ ലോർഡ്. യഹോവയുടെ സാക്ഷ്യം, യഹോവയുടെ വചനം എന്ന അതേ അർത്ഥത്തിൽ തന്നെയാണ് യഹോവയുടെ സാക്ഷ്യം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. 119 സങ്കീർത്തനം 14 വാക്യം വായിക്കുമ്പോൾ, ഞാൻ സർവ്വസമ്പത്തിനും എന്നതുപോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. അതായത് സാക്ഷ്യത്തിൻ്റെ, ദൈവത്തിൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന എന്താണ്? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വഴിയിൽ എന്ന അർത്ഥത്തിൽ തന്നെയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. 31 വാക്യത്തിലാണെങ്കിലും, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു, യഹോവയെ എന്നെ ലജ്ജിപ്പിക്കരുത്. സാക്ഷ്യങ്ങളോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വചനത്തോട് എന്ന് പറയുന്ന അതേ അർത്ഥത്തിലാണ്. 36 വാക്യത്തിൽ, ദുരാദായത്തിലേക്കല്ല നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായുമാറാക്കണമേ. അതുപോലെ നമുക്കറിയാം, സാക്ഷ്യപ്പെട്ടകം വചനത്തിൻ്റെ ഒരു കോപ്പിയാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്, അല്ലേ? സാക്ഷ്യപ്പെട്ടകം പുറപ്പാട് 25 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 16 വാക്യം 21 വാക്യമൊക്കെ വായിക്കുമ്പോൾ നോക്കുക, അവിടെ എല്ലാം പറയുന്നത് ദൈവത്തിൻ്റെ വചനം. ആ സാക്ഷ്യം, അവിടെ നമ്മൾ കാണുന്ന കാര്യം എന്താണ്? യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. അല്പബുദ്ധി എന്ന് പറയുന്ന വാക്ക് നമുക്ക് പെട്ടെന്ന് അതിനെ മനസ്സിലാക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും അല്പബുദ്ധി എന്ന് പറയുന്നത് ബുദ്ധിയില്ലാത്തവർ, ബുദ്ധിഹീനർ എന്ന് പറയുന്ന വാക്കിന് തുല്യമായ വാക്കാണ്. ഇപ്പം സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 1 അധ്യായത്തിൽ അതിൻ്റെ 22 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ബുദ്ധിഹീനരെ എന്ന് വിളിക്കുന്നത് നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഭോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം? ഹൗ ലോങ് യു സിമ്പിൾ വൺസ്. സങ്കീർത്തനം 19:7 നമ്മൾ കാണുന്നത് സെയിം ആ സിമ്പിൾ വൺ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ, മേക്കിംഗ് വൈസ് ദ സിമ്പിൾ. വൈസ് ദ സിമ്പിൾ. സിമ്പിൾ എന്ന വാക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നു. പക്ഷേ ശരിക്കും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബുദ്ധിഹീനർ, അഥവാ കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ വോയിഡ് ഇൻ അണ്ടർസ്റ്റാൻഡിങ്. സദൃശവാക്യങ്ങൾ 7 അധ്യായത്തിൽ അതിൻ്റെ 7 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും കാണുന്നുണ്ട്, ഭോഷന്മാരുടെ ഇടയിൽ ഒരുത്തനെ കണ്ടു, യൗവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനനായ ഒരു യുവാവിനെ കണ്ടറിഞ്ഞു. ആൻഡ് ബിഹൾഡ് എമംഗ് ദ സിമ്പിൾ വൺസ്. ഭോഷന്മാരുടെ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന സിമ്പിൾ വൺസ് എന്നുള്ളൊരു വാക്കാണ്. ലളിത മനസ്കരെന്നുള്ള അർത്ഥമല്ല അവിടെ. ബുദ്ധിയില്ലാത്തവൻ അല്ലെങ്കിൽ ഭോഷന്മാർ എന്ന് പറയുന്ന വോയിഡ് ഇൻ അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ സില്ലി, അൺകൺസേൺഡ്, ഫൂളിഷ് എന്നെല്ലാം ഈ വാക്കിനർത്ഥമുണ്ട്. സില്ലി, എല്ലാത്തിനെയും സിമ്പിളായിട്ട് എടുക്കുന്നവർ. സിമ്പിൾ എന്നുള്ള വാക്ക് എല്ലാത്തിനും സിമ്പിളായിട്ട്, ഒന്നിനെ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. അങ്ങനെയുള്ള ഒത്തിരി പേര് നമ്മുടെ ഇടയ്ക്കുമുണ്ട്. ഒന്നിനെ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. അൺകൺസേൺഡ്, എന്തെങ്കിലും നടക്കട്ടെ, എന്തോ പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള നിലയിൽ. വചനത്തിൽ നിന്ന് പ്രസംഗിച്ചാലും ചില ആളുകളുണ്ട് ചുമ്മാ അങ്ങിരിക്കുമെന്ന്. ഇതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല,
എന്ന നിലയിലിരിക്കുന്നവർ, അവിടെയാണ് ഈ സിമ്പിൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അൺകൺസേൺഡ് ആണ് ആൻഡ് ഫൂളിഷ് ആണ്. അൺകൺസേൺഡ്. ദൈവത്തിൻ്റെ വചനം, ഇപ്പം ഞാൻ പ്രസംഗിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ഞാൻ പ്രസംഗിക്കുന്ന കാര്യം മാത്രമല്ല. അതുകൊണ്ട് ദൈവവചനം വായിക്കുന്നത് അൺകൺസേൺഡ് ആയിട്ട് വായിക്കുന്നവരുണ്ട്. കർത്താവെ എനിക്കൊരു രൂപാന്തരം തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊന്നുമല്ല പലരും വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനോ ഒന്നുമല്ല. കിടക്കുന്നതിന് മുമ്പ് ഒരു വാക്യം വായിച്ചേക്കാം, എന്നാൽ പിന്നെ ഉറങ്ങാൻ പോവല്ലേ, വചനം വായിച്ചില്ല ഇനി രാത്രി വല്ല ദുസ്വപ്നം വല്ലതും കണ്ടാലോ, അങ്ങനെ പേടിച്ച് വായിക്കുന്നവരുണ്ട്. അവർ അൺകൺസേൺഡ് ആണ്. എന്നാൽ അവരെ രൂപാന്തരപ്പെടുത്തുന്ന അൺകൺസേൺഡ് ആയിട്ടുള്ളവനെ നമ്മളെല്ലാവരും അങ്ങനെ, ഞാൻ അങ്ങനെ ആയിരുന്നു. ഐ വാസ് അൺകൺസേൺഡ് അബൌട്ട് ദ സ്പിരിച്വൽ മാറ്റേഴ്സ് വെൻ ഐ വാസ് യങ്. ഞാൻ ചെറിയ പ്രായത്തിൽ ഐ വാസ് നോട്ട് കൺസേൺഡ് അബൌട്ട്, ഇല്ലേ? നമ്മളൊക്കെ അങ്ങനെയുള്ള വഴിയിലൂടെ വന്നവരാണ്. വിശ്വാസത്തിൽ വന്നതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനു മുമ്പ് എന്തുവാ? അൺകൺസേൺഡ് ആയിരുന്നു. ആത്മീയ കാര്യങ്ങളിലൊന്നും അത്ര വലിയ താല്പര്യമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നവരാണ്. കർത്താവ് നമ്മളെ രൂപാന്തരപ്പെടുത്തിയോണ്ടല്ലയോ നമ്മളിതെല്ലാം ഇപ്പം വ്യത്യാസപ്പെടുത്തി വന്നിരിക്കുന്നത്. ഐ വാസ് അൺകൺസേൺഡ് അബൌട്ട് സ്പിരിച്വൽ മാറ്റേഴ്സ്. ബേസിക്കലി ഐ വാസ് ഡെഡ് ടു ഗാഡ്. ഞാൻ എൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഏറ്റവും പ്രോഫിറ്റബിളായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന അതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ദൈവം എന്തു പറയുന്നു എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടിരുന്നില്ല. ഐ വാസ് ഡെഡ് ടു ഗാഡ്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വചനം എന്നെ രൂപാന്തരപ്പെടുത്തി. നൗ ഐ ആം എലൈവ് ടു ഗാഡ്. ഇന്ന് ഈ വചനം കേൾക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് അതാണ്. നിങ്ങൾ അൺകൺസേൺഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസം ഇന്ന് ചിലപ്പോൾ പേര് കാണുമായിരിക്കും, അല്ലാത്തവരും ആയിരിക്കാം, ആരും ആയിക്കോട്ടെ. ഈ വചനം കേൾക്കുന്ന ആരാണെങ്കിലും അവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ അൺകൺസേൺഡ് ആകരുത്. വചനത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ അത് ബുദ്ധിഹീനരെ ജ്ഞാനിയാക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. വചനമാണ് നമ്മളെ വ്യത്യാസപ്പെടുത്തുന്നത്. ബുദ്ധിഹീനരെ ജ്ഞാനിയാക്കുന്നു. ജ്ഞാനിയാക്കുന്നു എന്ന വാക്കും ഇതേപോലെ തന്നെ വിസ്ഡം എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളവിടെ കാണുന്നതായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ദൈവത്തോട് അല്ലെങ്കിൽ ദൈവത്താൽ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളതാണ്. I was unconcerned about God. I was dead to God. But I am alive to God now. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എന്നെ ദൈവത്തിന് ജീവിപ്പിക്കുന്നു. സോ യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത് അതിൻ്റെ പ്രാണനെ രൂപാന്തരപ്പെടുത്തുന്നു എന്ന് തന്നെയല്ല. ഞാൻ അൺകൺസേൺഡ് ആയിരുന്ന ഒരു കാലയളവുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനല്ല. വചനം എന്നെ ദൈവത്തിന് യോജിക്കുന്നവനാക്കുന്നു, അഥവാ ദൈവികതയിലേക്ക് എന്നെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. Now I am not dead to God. ഞാൻ ദൈവത്തിന് മരിച്ചവനല്ല, ഞാൻ ദൈവത്തിന് ജീവിക്കുന്നവനാണ്. അങ്ങനെ എന്നെ മാറ്റിമറിച്ചത് ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനമാണ് എന്നെ മാറ്റിമറിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇറ്റ് മെയ്ഡ് മീ വൈസ് എന്നാ എഴുതിയിരിക്കുന്നത്. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന അതാണ്. 7-ാമത്തെ വാക്യത്തിൽ ദ ടെസ്റ്റിമണി ഓഫ് യഹോവ ഈസ് ഷുവർ, മേക്കിംഗ് വൈസ് ദ സിമ്പിൾ. മേക്കിംഗ് വൈസ്, എന്നെ ജ്ഞാനിയാക്കുന്നു. വചനം എന്നെ ദൈവത്തിന് ജീവിപ്പിക്കുന്നു, എന്നെ ജ്ഞാനിയാക്കുന്നു, സ്പിരിച്വലി എന്നെ വൈസ് ആക്കുന്നു, ബുദ്ധിയുള്ളവനാക്കുന്നു. നേരത്തെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. വാട്ട് ഈസ് സ്പിരിച്വൽ, വാട്ട് ഈസ് നോട്ട് സ്പിരിച്വൽ, വാട്ട് ഈസ് വാല്യുബിൾ ആൻഡ് വാട്ട് ഈസ് വാനിറ്റി, ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഒന്നും അറിയത്തില്ല. ഐ വാസ് ജസ്റ്റ് ലിവിങ്. അങ്ങനെ ഒരു ചിലരുണ്ട്, അങ്ങ് ജീവിക്കുക, അൺകൺസേൺഡ് ആയിട്ട് ജീവിക്കുക. പക്ഷെ ഇപ്പം എന്നെ അതിന് കിട്ടത്തില്ല. കാര്യം വചനം എന്നെ പഠിപ്പിച്ചു. അത് ചെയ്യരുത്, ഇത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം എന്നുള്ള എന്നെ അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ജ്ഞാനിയാക്കുന്നത് 19-ാം സങ്കീർത്തനത്തിൽ തന്നെ അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു. ഇനി യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, ദ സ്റ്റാറ്റ്യൂട്ട്സ് ഓഫ് ദ ലോർഡ്, കൽപ്പനകൾ. യഹോവയുടെ കൽപ്പനകൾ നേരുള്ളവ, യഹോവയുടെ കൽപ്പനകൾ. സോ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ എന്തുണ്ട്? അവൻ്റെ കൽപ്പനകളാണത്. അവൻ്റെ ആജ്ഞകൾ നേരുള്ളവ, അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ, ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ, ഇതെല്ലാം എഴുതിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളാണ്. ദ വേർഡ് ഓഫ് ഗാഡ് ഈസ് ദ കമാൻഡ്മെൻറ്റ്സ്. ഇൻ ഫാക്ട് ഇറ്റ് കണ്ടെയ്ൻസ് ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ഗാഡ്. ഇറ്റ്സ് ഓൾ ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ഗാഡ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ കൽപ്പനകൾ എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയാണ്. അല്ലാതെ ഈ കൽപ്പനകൾ സാധാരണ രീതിയിൽ നമ്മളെ പേടിപ്പിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പേടിപ്പിക്കുന്നതല്ല, അതെൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ്.
അപ്പോൾ വചനം വായിക്കുമ്പോൾ സന്തോഷമുണ്ട്. എൻ്റെ ഫീലിങ്സിൻ്റെ കാര്യത്തിലും ദൈവം ഇടപെടുന്നുണ്ട്. കൽപ്പനകൾ, ദൈവവചനം നമ്മളെ ഒരു ഭരണഘടന പോലെ കാണരുത്, അല്ലെങ്കിൽ ശിക്ഷാ നിയമം പോലെ കാണരുത്. ഇന്ത്യൻ പീനൽ കോഡ് വായിച്ച് എത്ര പേര് സന്തോഷിക്കും ഇല്ലേ? ഞാൻ ജേർണലിസത്തിന് പഠിച്ചപ്പോഴത്തേക്ക് ഒരു പേപ്പർ ഇതായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഭരണഘടനയായിരുന്നു. പരീക്ഷ എഴുതേണ്ടത് കൊണ്ട് ഇത് വായിച്ചെന്നുള്ളതല്ലാതെ എനിക്കൊരിക്കലും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ശിക്ഷാ നിയമവും ഒക്കെ വായിച്ച് സന്തോഷിക്കാനൊന്നും പറ്റിയിട്ടില്ല. ദൈവവചനത്തെ വെറും ഒരു കൽപ്പനയായി മാത്രം കാണുകയാണെങ്കിൽ നമുക്കതിൽ സന്തോഷിക്കാൻ കഴിയയില്ല. ഇറ്റ് ഗിവ്സ് യു ജോയ് ഇൻ യുവർ ഹാർട്ട്. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ഇറ്റ് ഗിവ്സ് യു ജോയ് ടു യുവർ ഹാർട്ട്. ഇറ്റ് ഈസ് ജോയ്. വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ നല്ലൊരു വാക്ക്, ജോയ്. ഇറ്റ് ഈസ് നോട്ട് പ്ലഷർ. സുഖമല്ല, സന്തോഷം. ലോകം തരുന്നത് പലപ്പോഴും സുഖങ്ങളാണ്. വചനം നൽകുന്നത് സുഖമല്ല. സുഖം ഉണ്ടായിരിക്കും, പക്ഷെ വേറെ കാര്യമുണ്ട്, സുഖത്തിനപ്പുറത്ത് എന്താണ്? സന്തോഷമാണ്. ഇനി സുഖമില്ലെങ്കിലും സന്തോഷമായിരിക്കുക. ചിലപ്പോൾ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, സുഖമായിരിക്കുന്നോ? നമ്മളോടൊക്കെ ചോദിക്കും. ഇപ്പം ഞാൻ ചിലപ്പോൾ പറയും, സുഖമായിരിക്കുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും സുഖം ഇല്ലായിരിക്കും, പക്ഷേ സന്തോഷമായിരിക്കുന്നു. സുഖമല്ലാത്തപ്പോഴും നമുക്ക് എന്തുണ്ടാക്കാം? സന്തോഷം ഉണ്ടാക്കാം. അതാണ് യഹോവയുടെ ആജ്ഞകൾ നമുക്ക് നൽകുന്നത്. ദൈവവചനം നമുക്ക് തരുന്നത് സന്തോഷമാണ്. അത് നമുക്ക് തരുന്നത് ദൈവത്തെ തന്നെയാണ്. ഈ കൽപ്പനകൾ നമുക്ക് തരുന്നത് ദൈവത്തെ തന്നെയാണ്. ദൈവവചനം ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വെളിപ്പാടായതുകൊണ്ട് ആ വചനം വായിക്കുമ്പോൾ എനിക്ക് ദൈവത്തെ തന്നെയാണ് കിട്ടുന്നത്. ഐ ആം റിസീവിങ് ഗാഡ് ഹിംസെൽഫ്, ദൈവത്തെ തന്നെ. ഇറ്റ് ഈസ് ദ റെവലേഷൻ ഓഫ് ഗോഡ്. വചനം വായിക്കും തോറും നമ്മൾ ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിയുകയാണ്. അങ്ങനെ ആകണം. വചനം വായിക്കും തോറും നമ്മൾ ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിയണം. ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിയുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ സന്തോഷിക്കുന്നത് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. അത് വെളിപ്പാടാണ്. ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത് ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് വചനം. ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി നോളജ്, ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ്, ഇറ്റ് ഈസ് റെവലേഷൻ. ആ റെവലേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ജോയ് ഉണ്ടാകുന്നത്. വചനം വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം ദൈവവചനത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് അറിയുമ്പം, ഒരു പുതിയ വെളിപ്പാടൊക്കെ കിട്ടുമ്പോൾ, പുതിയ വെളിപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ച് ഇരിക്കുമ്പോൾ വെട്ടം കണ്ടെന്ന് പറയുന്ന വെളിച്ചം, അതല്ല ഞാൻ പറഞ്ഞ വെളിപ്പാടല്ല. വചനം വായിക്കുമ്പോൾ വചനത്തിലൂടെ ദൈവം നമ്മുടെ ആത്മാവിൽ സംസാരിച്ച് ദൈവത്തെ നമ്മൾ കൂടുതൽ അറിയുമ്പോൾ എൻ്റെ നോളജ് നമ്മുടെ മനസ്സിലേക്കാണ് വരുന്നത്, പക്ഷെ റെവലേഷൻ വരുന്നത് നമ്മുടെ ആത്മാവിലേക്കാണ്. യു സീ ദ ഡിഫറൻസ്. നോളജ് വരുന്നത്, ബുദ്ധി വരുന്നത് നമ്മുടെ മനസ്സിലേക്കാണ്, പക്ഷേ വെളിപ്പാട് വരുന്നത് നമ്മുടെ ആത്മാവിലേക്കാണ്. ദൈവത്തെ അറിയും തോറും ഞാൻ ആനന്ദ തന്തുലിതനാകുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനൊരു അവസ്ഥയാണ് ദ ജോയ് ഓഫ് റെവലേഷൻ. കാരണം ഈ ജോയ് ഓഫ് റെവലേഷൻ എനിക്ക് അടുത്തത് റിലേഷൻ തരികയാണ്. റെവലേഷൻ റിലേഷനിലേക്ക് നയിക്കുകയാണ്, ബന്ധമാണ്. വെളിപ്പാട് ദൈവവുമായി ബന്ധപ്പെടുവാൻ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ, ദൈവത്തിൻ്റെ ആജ്ഞകൾ എനിക്ക് പേടിപ്പെടുത്തുന്നതല്ല, അതെനിക്ക് ചില വെളിപ്പാടുകൾ തരികയാണ്. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, ദ ജോയ് ഓഫ് റിലേഷൻ. എൻ്റെ ബന്ധം വർദ്ധിക്കുകയാണ്. ദൈവ വെളിപ്പാടിൽ നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയുമ്പോൾ ഞാൻ കൂടുതൽ ദൈവ ബന്ധത്തിൽ വളരുകയാണ്. എൻ്റെ റെവലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എൻ്റെ റിലേഷനും ഇൻക്രീസ് ചെയ്യും. വെളിപ്പാട് വർദ്ധിക്കുന്നതനുസരിച്ച് ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും. ദ മോർ യു നോ, ദ മോർ യു ലവ്. അങ്ങനെ ദൈവത്തെ അറിയുമ്പോൾ ദ ജോയ് ഓഫ് ഒബീഡിയൻസ്, വെളിപ്പാട് ദൈവത്തോട് എന്നെ കൂടുതൽ അടുപ്പിക്കുകയും അപ്പോൾ ഞാൻ കൂടുതൽ അനുസരിക്കുകയും ചെയ്യുന്നു. ദൈവത്തെ അനുസരിക്കുമ്പോൾ, അതൊക്കെ പരിശീലിച്ചാലേ പറ്റുള്ളൂ. ദൈവത്തെ അനുസരിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാമോ? എനിക്കങ്ങ് ആനന്ദമാണ്. ദൈവത്തെ അനുസരിക്കാൻ പറ്റുന്ന ഓരോ സാഹചര്യങ്ങളും, ദൈവം പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാധാരണ മനുഷ്യന് അതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളങ്ങ് സന്തോഷിക്കുന്നതായ, അനുസരണം എന്നെ ആനന്ദിപ്പിക്കുന്നതായ അവസ്ഥ. എൻ്റെ ഹൃദയം തുടിക്കാൻ തുടങ്ങുകയാണ്. കാരണം ഞാൻ ദൈവത്തെ കൂടുതൽ അറിയുന്നു, ഞാൻ ദൈവത്തെ കൂടുതൽ അനുസരിക്കാൻ തുടങ്ങുന്നു. ദ ജോയ് ഓഫ് റെവലേഷൻ, ദ ജോയ് ഓഫ് റിലേഷൻ, ദ ജോയ് ഓഫ് ഒബീഡിയൻസ്. ദൈവത്തിൻ്റെ വെളിപ്പാട് ദൈവത്തെ കൂടുതൽ അറിയുന്നതിന് എന്നെ പ്രാപ്തമാക്കുന്നു. അത് കൂടുതൽ ബന്ധത്തിലേക്ക് എന്നെ നയിക്കുന്നു. അങ്ങനെ ദൈവവുമായി കൂടുതൽ ബന്ധപ്പെടുമ്പോൾ ഞാൻ കൂടുതൽ അനുസരിക്കാൻ തുടങ്ങുന്നു. അതെൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ
സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. കമാൻഡ്മെന്റ്സ് അത് നിർമ്മലമായി, ഇറ്റ് ഈസ് പ്യുവർ, ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഓൾ സ്റ്റെയിൻസ്. ഒരു ചെറിയ പാടുപോലും ഇല്ലാത്തതാണ് യഹോവയുടെ കൽപ്പന. അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, അതെന്നെ അനുസരിക്കാൻ പഠിപ്പിക്കുന്നു. പക്ഷെ ഇപ്പോഴെന്താണെന്നറിയാമോ? യഹോവയുടെ കൽപ്പനകൾ, കമാൻഡ്മെന്റ്സ്, അത് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. എൻലൈറ്റനിങ് മൈ ഐസ്, എൻ്റെ പേഴ്സ്പെക്റ്റീവ്, എൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കുകയാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന എൻ്റെ കാഴ്ചപ്പാട്, വചനം വായിക്കുന്തോറും എൻ്റെ കാഴ്ചപ്പാട് മാറുകയാണ്. ജീവിതത്തോടുള്ള എൻ്റെ കാഴ്ചപ്പാട് മാറുകയാണ്. മറ്റുള്ളവരോടുള്ള എൻ്റെ കാഴ്ചപ്പാട് മാറുകയാണ്. എന്നെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഇപ്പൊ അത് തന്നെയല്ല, എൻ്റെ പേഴ്സ്പെക്റ്റീവ്, ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനൊക്കെ എനിക്ക് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു റെവലേഷൻ ഉണ്ട്. 119 സങ്കീർത്തനത്തിൽ 105 വാക്യത്തിൽ, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. എൻ്റെ കാലിന് ദീപം, മൈ ഫീറ്റ്, എൻ്റെ പാതയ്ക്ക്, എൻ്റെ കാഴ്ചപ്പാടുകളെ നിയന്ത്രിക്കുന്നത് ദൈവവചനമാണ്. ഞാൻ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, അതെല്ലാം വചനം എനിക്ക് പറഞ്ഞു തരുന്നു. ഞാൻ സ്വയമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളല്ല, സ്വയമായിട്ട് തീരുമാനമെടുത്തല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ വചനം നിന്റെ കാലിന് ദീപവും നിന്റെ പാതയ്ക്ക് പ്രകാശമാണ്. ആ വഴിയെ വേണം നടക്കാൻ. നമ്മൾ തോന്നുന്ന വഴിയെ നടക്കാൻ ഇനി പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളങ്ങ് സന്തോഷിക്കുകയല്ലേ. ഞാൻ ഇന്ന് കാണുന്നത് തന്നെ, എൻ്റെ കാഴ്ചപ്പാട് ഡിഫറൻറ്റാണ്. ഇന്നലെ വരെ കാര്യങ്ങളെ കണ്ടതുപോലെ അല്ല ഞാൻ ഇപ്പോൾ കാണുന്നത്. കാരണം വചനം എൻ്റെ കാഴ്ചപ്പാട് വ്യത്യാസപ്പെടുത്തി. ദ വേർഡ് മെയ്ഡ് മൈ ഐസ് ബ്രൈറ്റ് ആൻഡ് ഹോളി. ഇപ്പം എനിക്ക് വിശുദ്ധിയെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാടുണ്ട്. മറ്റേ ഒരു പ്രയാസമായിട്ട് എങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു, ആളുകളൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? പലപ്പോഴും നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. ആരാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? അങ്ങനെ ജീവിക്കുന്ന വല്ലതും ഉണ്ടോ? ഇതൊക്കെ പിന്നെ എഴുതി വെച്ചിരിക്കുന്നത് നിന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയാനാണ്. പ്രിയമുള്ളവരെ, എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് ജീവിക്കുകയല്ല ഞാൻ, ഇത് എനിക്ക് ജീവിക്കാൻ വേണ്ടി തന്നിരിക്കുക. ചിലർ പറയുന്നത് മത്തായി 5, 6, 7 ഒക്കെ വെറുതെ വേദോസിൽ എഴുതി വെച്ചെന്നുള്ളതേ ഉള്ളൂ. നിന്നെ കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറയാൻ വേണ്ടിയാണെന്ന്. അങ്ങനെ എഴുതി വെക്കത്തില്ല. ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ജീവിക്കണമെന്നാണ്. ഹല്ലേലൂയ. ജീവിക്കാൻ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് കഴിയത്തില്ല. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന വചനം എന്നെ രൂപാന്തരപ്പെടുത്തുന്നു. എൻ്റെ പേഴ്സ്പെക്റ്റീവ് മാറ്റിമറിക്കുന്നു, എൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കുന്നു. പ്രാണനെ തണുപ്പിക്കുന്നുള്ള വാക്ക് എന്താ? ഞാൻ പറഞ്ഞല്ലോ, അതിനെ അങ്ങ് തിരിച്ചു വെക്കുകയാണ്. ഇന്നലെ വരെ ഞാൻ ഓടിയ വഴിയെ അല്ല ഞാനിപ്പോൾ നടക്കുന്നത്. എന്നെ വചനം എന്ത് ചെയ്തു? തിരിച്ചു വെച്ചു, രൂപാന്തരപ്പെടുത്തി. യഹോവയുടെ ആജ്ഞകൾ നേരുള്ള ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, 9-ാമത്തെ വാക്യം, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവ ഭക്തി എന്ന് പറയുന്ന വാക്ക്, ഇവിടെ വചനം എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ യഹോവ ഭക്തി, ദ ഫിയർ ഓഫ് ദ ലോർഡ്, യഹോവ ഭക്തി, യഹോഭക്തി നിർമ്മലമായത്, അതെന്നേക്കും നിലനിൽക്കുന്നു. അതെന്നേക്കും നിലനിൽക്കുന്നു. ഫിയർ ഓഫ് ദ ലോർഡ്, ഭക്തി. അതിനെക്കുറിച്ചുള്ള ചില വാക്കുകൾ നമ്മൾ പറഞ്ഞാലേ പറ്റുള്ളൂ. 2-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത് എന്താണ്? ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ. ഇത് വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, ഒന്ന് പറയാ ഭയത്തോടെ, ഭയപ്പെട്ടോണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഘോഷിച്ചുല്ലസിപ്പിൻ. അപ്പൊ ഈ ഭയവും ഉല്ലാസവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് യഹോവ ഭക്തി എന്ന് പറയുന്നത്. അല്ലാതെ ഭയപ്പെട്ട് മാറി നിൽക്കാനല്ല. എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്തോ ചെയ്യാനായി ഇങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കും, എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, അതിനല്ല. ഭയം വേണമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ചിലർക്ക് ദൈവഭയമില്ല, അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ദൈവഭയം വേണം, ഭയം വേണ്ടെന്നല്ല, റെവറൻസ് വേണം. ഞാനത് സാധാരണ പറയാറുണ്ട്, സ്നേഹത്തിൽ നിന്നുള്ള ഭയമായിരിക്കണം, അത് പേടിയല്ല. ഇറ്റ് ഈസ് റെവറൻസ്. എന്നാൽ എൻ്റെ ശക്തി കൊണ്ടല്ല. ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അനുസരിക്കത്തക്ക രീതിയിൽ ശക്തിയുള്ള ആരാവുള്ളത്. അങ്ങനെ സ്വന്തം ശക്തി കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല. നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട്. അത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ്. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് പോകരുത്. ഒരു പേടിയും ഇല്ലാത്തവരുണ്ട്. ഞാൻ അബ്രഹാമിൻ്റെ കാര്യം ചിലപ്പോൾ ആലോചിക്കും. അബ്രഹാമിൻ്റെ അടുക്കൽ ദൂതന്മാർ വന്നു, ദൈവവും വന്നു, യഹോവയും വന്നു. അവനോട് പറഞ്ഞു, അടുത്ത വർഷം നിനക്ക് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടാകും എന്നൊക്കെ പറഞ്ഞു. എല്ലാം വലിയ സന്തോഷമായി. അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് സോതോമിലേക്കാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ വായിക്കാൻ പറ്റും. കാണുന്ന ഒരു കാര്യം, സോതോമിലേക്ക് പോയി അതിനെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ് എന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ പെട്ടെന്നങ്ങ് പറയുകയാണ്. അബ്രഹാമിന് ഭയങ്കര സങ്കടമായി പോയി. സോതോം നശിക്കുന്നതിനത്, സോതോം അവന്മാരല്ലെങ്കിലും
വളരെ മോശക്കാരാ, അവന്മാർ പോട്ടെ എന്ന് പറയുന്നവനല്ല അബ്രഹാം. അബ്രഹാമിന് തീർച്ചയായും ജനങ്ങളോടുള്ള സ്നേഹമുണ്ട്. അവൻ്റെ സഹോദരനായ ലോത്തും അവിടെ ഉണ്ട്. ലോത്തുണ്ടെന്നുള്ളത് മാത്രമല്ല, ഒരു ജനതയെ മുഴുവൻ ദൈവം നശിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയായിരിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആ നശിക്കുന്നതിനകത്ത് നമുക്ക് സങ്കടമുണ്ട്. അബ്രഹാമിന് ഭയങ്കര സങ്കടം. അബ്രഹാം ഇന്ന് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ രക്ഷിക്കത്തില്ലേ? നീ നശിപ്പിക്കുമോ? ഇല്ല, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ല. ഞാൻ ചിലപ്പോൾ തമാശയ്ക്ക് പറയാറുണ്ട്, ചിലപ്പോൾ അബ്രഹാം ചിന്തിച്ച് കാണും, ലോത്ത് അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ, ചിലപ്പോൾ ഇതിനിടയ്ക്ക് ഒരു 50 പേരെയെങ്കിലും നേടി കാണും. അവന് നീതിമാനാ, വലഞ്ഞു പോയ നീതിമാനായ ലോത്ത് എന്നാ പറയുന്നത്. പിന്നെയും അബ്രഹാം ചിന്തിച്ചു, ലോത്തല്ലേ പാർട്ടി, ചിലപ്പോൾ 50 പേരെ നേടാൻ പറ്റിയില്ലെങ്കിലോ, 5 പേര് കുറഞ്ഞാലോ, ഒന്നുകൂടെ ചോദിച്ചാലോ. അങ്ങനെ ചോദിക്കാനുള്ള ആഗ്രഹത്തോടെ അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പറയുന്നത്, കർത്താവേ ക്ഷമിക്കണമേ, പൊടിയും വെണ്ണീറുമായ ഞാൻ നിന്റെ സന്നിധിയിൽ നിൽക്കാൻ തയ്യാറായല്ലോ. ഹു ആം ഐ ടു സ്റ്റാൻഡ് ബിഫോർ യു ഓ ഗാഡ്, ഐ ആം ജസ്റ്റ് ഡസ്റ്റ് ആൻഡ് ആഷ്. അതാണ് ഭയം. ആ ഭയം എന്ന് പറയുന്നത് പേടിയല്ല, ഭക്തിയാണ്. ഭക്തി, യഹോവ ഭക്തി. അബ്രഹാം പറയാ, എനിക്ക് നിന്റെ സന്നിധി നിൽക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. ആരാ പറയുന്നത്? അബ്രഹാം. അബ്രഹാം ആരാ? ദൈവത്തിന്റെ സ്നേഹിതൻ. ഇത് തന്നെയല്ല, മണിക്കൂർ മുമ്പേ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതാ. അത്രയും ക്ലോസ് ആയ ആ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അവനൊരു ബോധ്യമുണ്ട്, ഞാൻ പൊടിയും വെണ്ണീറും ആണെന്ന്. ഭക്തി വേണം, ഭയമില്ലാത്തൊരവസ്ഥയല്ല. പക്ഷെ പേടിയല്ല വേണ്ടത്, ഭക്തി വേണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഭക്തിയാണ് നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. യഹോവ ഭക്തി നിർമ്മലമായത്, അതെന്നേക്കും നിലനിൽക്കുന്നു. യഹോവ ഭക്തി, ഭക്തിയുള്ളവൻ പാപം ചെയ്യാൻ പോകത്തില്ല. അവന് ശരിക്കും ആ സ്നേഹം കൊണ്ടാണ്. ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പോയൊരു പയ്യൻ്റെ സ്റ്റോറി ഇങ്ങനെ, അവന് 18 വയസ്സിൽ അങ്ങോട്ട് ചെന്നതേ ഉള്ളൂ. അപ്പം അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ അവൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഇറ്റ്സ് യുവർ ബർത്ത്ഡേ റൈറ്റ്, വിൽ സെലിബ്രേറ്റ്. ഞാൻ പറഞ്ഞു, ഓക്കെ, ഡു യു ഹാവ് മണി? പൈസ ഉണ്ടോ? എന്നെ പറഞ്ഞു, ഡാഡ് ഹാസ് സെൻഡ് മീ സം മണി. പപ്പ എനിക്ക് കുറച്ച് പൈസ അയച്ചായിരുന്നു, നിന്റെ ബർത്ത്ഡേ അല്ലേ എന്ന് പറഞ്ഞ് പൈസ അയച്ചായിരുന്നു. സോ വി വിൽ ഗോ ടു ദ പബ്. എന്നെ പറഞ്ഞു, നോ. വൈ? എന്നാ പബ്ബിൽ പോയി കുടിക്കാന്ന് പറഞ്ഞു. ഇല്ല. അതെന്താടാ? ഡു യു ഫിയർ ദാറ്റ് യുവർ ഫാദർ വിൽ ഹർട്ട് യു? നിന്റെ അപ്പൻ നിന്നെ അടിക്കുമെന്നല്ലെങ്കിൽ അപ്പനെ നിനക്ക് പേടിയാണോ? എന്നെ പറഞ്ഞു, നോ. ദെൻ ഐ ഫിയർ ഇഫ് ഐ ഡു ദിസ് ഐ വിൽ ഹർട്ട് മൈ ഫാദർ. ഇത് ചെയ്താൽ ഞാൻ എൻ്റെ അപ്പനെ വേദനിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൻ അവനെ തല്ലുമെന്നുള്ള പേടി കൊണ്ടല്ല. അവൻ പറയുന്നത്, എൻ്റെ അപ്പനെ ഞാൻ വേദനിപ്പിക്കത്തില്ല. അതാണ് ഭക്തി എന്ന് പറയുന്നത്. എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിക്കുകയില്ല. യഹോവ ഭക്തി, അത് സ്നേഹത്തിൽ നിന്നുള്ളതാണ്. ഞാൻ ബീഡിക്ക് വിളിച്ചപ്പോഴത്തേക്ക് ഒരു പോയം ഞാൻ ഇങ്ങനെ പഠിച്ചിരുന്നു. ഒരു വ്യക്തി ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഒരു പോയം. ആ പ്രാർത്ഥനയിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്, ദൈവമേ, ഞാൻ എന്തിനാണ് അങ്ങയെ പിൻപറ്റുന്നത്? ആ കവിതയ്ക്കകത്ത് പറയാണ്, നരകത്തെ പേടിച്ചാണ് ഞാൻ നിന്നെ ഭയപ്പെടുന്നതെങ്കിൽ ആ നരകത്തിൽ തന്നെ എന്നെ തള്ളിയിട്ടോളൂ. സ്വർഗം മോഹിച്ചാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെങ്കിൽ സ്വർഗത്തിന്റെ വാതിൽ എനിക്ക് നേരെ കൊട്ടി അടച്ചോളൂ. അല്ല, നിന്നെ മാത്രം മോഹിച്ചാണ് ഞാൻ നിന്റെ പിന്നാലെ വരുന്നതെങ്കിൽ എന്നെ നിന്റെ മാറോട് ചേർത്തണയ്ക്കണമേ. അതാണ് ഭക്തി എന്ന് പറയുന്നത്. നരകത്തെ പേടിച്ചിട്ടുമല്ല, സ്വർഗം മോഹിച്ചിട്ടുമല്ല. പാപം ചെയ്താൽ നരകത്തിൽ പോകും, അത് വേറെ കാര്യം. ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാം, അതും നല്ല കാര്യം. അതിൻ്റെ എല്ലാം അപ്പുറത്ത് ദൈവസ്നേഹം, യഹോവ ഭക്തി. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഭക്തിയാണ് നമുക്ക് ആവശ്യം. ഇവിടെ നമ്മൾ വായിക്കുന്നു, യഹോവ ഭക്തി നിർമ്മലമായത്, അതെന്നേക്കും നിലനിൽക്കുന്നു. 9-ാമത്തെ വാക്യത്തിൽ, എൻഡ്യൂറിങ് ഫോർ എവർ. സ്നേഹത്തിൽ നിന്നുള്ള ഭക്തി ഒരിക്കലും ഉതിർന്നു പോവുകയില്ല. പേടിയിൽ നിന്നുള്ളതൊക്കെ ചിലപ്പം മാറിപ്പോയെന്നിരിക്കും, മോഹത്തിൽ നിന്നുള്ളതും മാറിപ്പോയെന്നിരിക്കും. എന്നാൽ സ്നേഹത്തിൽ നിന്നുള്ള ഭക്തി ഒരിക്കലും ഉതിർന്നു പോകയില്ല. ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നത് എന്താണ് ദൈവഭക്തിയുടെ അടിസ്ഥാനം? ഇറ്റ് ഷുഡ് ബി ലവ് ടുവേർഡ്സ് ഗാഡ്. ഐ ലവ് മൈ ജീസസ്. എനിക്ക് യേശുവിനെ സ്നേഹിച്ച് അത് മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. ഞാൻ സ്വർഗത്തിൽ പോകും, എനിക്കതറിയാം. ഞാൻ നരകത്തിൽ പോകത്തില്ല, അതും എനിക്കറിയാം. പക്ഷെ അതൊന്നും ചിന്തിച്ചല്ല ഞാൻ യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്. ഐ ലവ് മൈ ജീസസ്. ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു. എനിക്ക് യേശുവാണ് പ്രധാനം, എനിക്ക് സ്വർഗവും അല്ല പ്രധാനം. സ്വർഗം സ്വർഗം സ്വർഗം. തീർച്ചയായിട്ടും നമ്മൾ സ്വർഗത്തിൽ പോകണം, അത് വേറെ കാര്യം. പക്ഷെ വേറെ കാര്യമുണ്ട്, ആദ്യമൊക്കെ ചിലപ്പം സ്വർഗത്തിൽ പോകണം എന്നുള്ള ചിന്തയിലായിരിക്കും കർത്താവിൻ്റെ അടുത്തൊക്കെ വന്നതൊക്കെ. പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് സ്വർഗവും അല്ല വിഷയം. സ്വർഗത്തിൽ ചെന്നാൽ എനിക്ക് അങ്ങനെ തങ്കത്തെരുവീതിയിലൂടെ നടക്കും, എനിക്ക് അതൊന്നും അല്ല വിഷയം. എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഞാൻ സ്വർഗത്തിൽ പോകുന്നത് യേശുവിനെ കാണാനാണ്. ഇവിടെയും കാണുന്നുണ്ട്, അവിടെ ചെന്ന് യേശുവിൻ്റെ കൂടെ ജീവിക്കാനാണ്. അതാണ് ഭക്തി എന്ന് പറയുന്നത്. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ക്ലീൻ. അത് നിർമ്മലമായത്, അതൊരിക്കലും ഉതിർന്നു പോവുകയില്ല
എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യഹോവഭക്തി നിർമ്മലമായത് അത് എന്നേക്കും നിലനിൽക്കുന്നു, അതൊരിക്കലും ഉതിർന്നു പോവുകയില്ല. അതിന്റെ അടുത്ത ആ വാക്യത്തിൽ തന്നെ പറയുന്നു, യഹോവയുടെ വിധികൾ സത്യമായവ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഓർഡിനൻസസ് എന്നുള്ള വാക്കാണ്. ജഡ്ജ്മെന്റ്സ്, യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. കർത്താവിന്റെ ജഡ്ജ്മെന്റ് ഒരിക്കലും ഒരു ബയസ്ഡ് ഒന്നും അല്ല. അവനൊരു അബദ്ധവും പറ്റത്തില്ല. അവൻ കരുണ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അവന്റെ വിധികൾ നമുക്കൊരിക്കലും പറയാൻ പറ്റുക, കർത്താവേ നീ അത് ചെയ്തത് ശരിയായില്ലെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അങ്ങനെ ഒന്ന് ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല. അവന്റെ വിധികൾ ഒട്ടൊഴിയാതെ നീതിയുള്ളതാകുന്നു. പിന്നെ അവന്റെ വിധി കൃപയിൽ പൊതിഞ്ഞാണ് ഇങ്ങോട്ട് വിടുന്നതെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. പക്ഷെ അവന്റെ വിധി ഒരിക്കലും നീതിയില്ലാത്തതല്ല. യഹോവയുടെ വിധികൾ സത്യമായവ, ഓർഡിനൻസസ്, ജഡ്ജ്മെന്റ്സ്, ഓൾ ദാറ്റ് ഈസ് റൈച്ചസ് ടുഗദർ. യഹോവയുടെ വിധിയിൽ ഒരു അന്യായം ഒരിക്കലും ഉണ്ടാവുകയില്ല. ദൈവത്തിന് വചനത്തിന് കൊടുത്തിരിക്കുന്ന പേരുകൾ: ന്യായപ്രമാണം, ദ ലോ ഓഫ് ദ ലോർഡ്; യഹോവയുടെ സാക്ഷ്യം, ടെസ്റ്റിമണി ഓഫ് ദ ലോർഡ്; യഹോവയുടെ ആജ്ഞ, സ്റ്റാറ്റ്യൂട്ട്സ് ഓഫ് ദ ലോർഡ്; യഹോവയുടെ കൽപ്പന, കമാൻഡ്മെന്റ്സ് ഓഫ് ദ ലോർഡ്; യഹോവ ഭക്തി, അത് വചനവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിലും അതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഫിയർ ഓഫ് ദ ലോർഡ്. ആൻഡ് യഹോവയുടെ വിധികൾ, ജഡ്ജ്മെന്റ്സ് ഓഫ് ദ ലോർഡ്, അത് നിർമ്മലമായത്. ഇത്രയും വാക്യങ്ങളിൽ അത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അവിടെ യഹോവയുടെ വിധികളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 10-ാമത്തെ വാക്യത്തിൽ, അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. ലോകത്തിൽ എന്ത് നേടുന്നതിനേക്കാളും വലുതാണ് കർത്താവിൻ്റെ വചനത്തിൽ ഞാൻ ജീവിക്കുന്നത്. ദൈവ വചനം എനിക്ക് ലോകത്തിലെ എല്ലാ സമ്പത്തിനേക്കാളും വലുതാണ്. When you possess the word of God, you are possessing great treasure. ലോകത്തിലുള്ള എല്ലാ സമ്പത്തിനേക്കാളും വലുതാണ്. ലോകത്തിൽ എന്തെല്ലാം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും, എന്തെല്ലാം കിട്ടിയെന്ന് പറഞ്ഞാലും, അതിനേക്കാളെല്ലാം വലുതാണ് കർത്താവിൻ്റെ കൽപ്പനകൾ എന്നുള്ളത്, യഹോവയുടെ വിധികൾ. ആ ദൈവവുമായിട്ടുള്ള എൻ്റെ എൻകൗണ്ടർ അത് എത്രയും വലുതാണ്. പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ. ലോകത്തിലെ ഏത് സമ്പത്ത് നേടുന്നതിലും വലുതാണ് ദൈവവചനം നമ്മുടേതാക്കുന്നത്. ദൈവവചനം നമ്മുടേതാക്കുന്ന ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചേ. The word of God is mine. I am reading the Bible, understanding the Bible, and I am receiving the revelation from the Bible. അങ്ങനെ വചനം എൻ്റേതാക്കി എൻ്റെ ജീവിതത്തെ അത് രൂപാന്തരപ്പെടുത്തുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാത്തിനേക്കാളും വിലയുള്ളതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 119-ാം സങ്കീർത്തനം 72-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. 1000 പൊൻവെള്ളി നാണ്യങ്ങളെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. പൊൻവെള്ളി നാണയം എന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞു നിർത്തുകയല്ല, 1000 × 1000 എന്ന് കൂട്ടിക്കൂ. 1000 പൊൻവെള്ളി നാണ്യങ്ങളെക്കാൾ വലുതാണ് നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം. അങ്ങനെ ആ ഒരു വാല്യൂ നമ്മൾ ദൈവവചനത്തിന് കൊടുത്തിട്ടുണ്ടോ? 1000 പൊൻവെള്ളി നാണ്യങ്ങളെക്കാൾ വലുതാണ് എനിക്ക് ദൈവത്തിൻ്റെ വചനം എന്ന് എനിക്ക് പറയാനായിട്ട് കഴിയുമോ? നോ. വെൻ ഐ റീഡ് ബൈബിൾ, ഐ ആം പ്രിവിലേജ്ഡ്. ഇതുപോലെയുള്ള വചനം ദൈവം എനിക്ക് തന്നല്ലോ, ഞാൻ എത്ര ഭാഗ്യവാനാ. ലോകത്തിൽ എത്രയോ ആളുകൾക്ക് ഇത് ലഭിക്കുന്നില്ല, ആളുകൾ ഇത് അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. വചനം എനിക്ക് ലഭിച്ചല്ലോ എന്ന് പറഞ്ഞ് വചനത്തിന് വേണ്ടി ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ, സ്തോത്രം ചെയ്യുവാൻ നമുക്ക് യഥാർത്ഥത്തിൽ കഴിയുന്നുണ്ടോ? എന്നിട്ട് അവിടെ പറയുന്നത്, അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. ഈ വചനത്തിന്റെ കാര്യം പറയുന്നത് തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ എന്നുവെച്ചാൽ അത് ടേസ്റ്റിയാണ്, വാല്യുബിൾ ആണ്, ആൻഡ് ടേസ്റ്റിയാണ്. വലിച്ചു കുടിക്കാൻ തോന്നുന്ന രീതിയിൽ വചനം രുചിയോടെ ഭക്ഷിക്കണം. നമുക്കതിന് കഴിയുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയമുള്ളവരെ. തീർച്ചയായിട്ടും വചനത്തെ നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കി സ്നേഹിക്കണം. നമ്മൾ തുടങ്ങിയ വാക്കിലേക്ക് നമുക്ക് മടങ്ങി വന്നാൽ 19-ാമത്തെ 7-ാം വാക്യം, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. തികവുള്ള ന്യായപ്രമാണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചതെല്ലാം. തികവുള്ള ന്യായപ്രമാണം, ഇറ്റ് ഈസ് പെർഫെക്റ്റ്. അത് പ്രാണനെ തണുപ്പിക്കുന്നു, എന്നെ റെസ്റ്റോർ ചെയ്യുന്നു. മലയാളം വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു തണുപ്പുണ്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ല, എന്നെ റെസ്റ്റോർ ചെയ്യുന്നു. വചനം വായിക്കുമ്പോൾ നമുക്ക് ആശ്വാസം തോന്നണം, പക്ഷേ റെസ്റ്റോർ ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല. വായിക്കുമ്പോഴെല്ലാം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം വായിക്കാൻ. കർത്താവേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എനിക്ക് വെളിപ്പാട് നൽകണമേ, റെവലേഷൻ ആകണം, റെവലേഷൻ റിലേഷനിലേക്ക് നയിക്കണം, റിലേഷൻ ഒബീഡിയൻസിലേക്ക് നയിക്കണം. അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാകണം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവവചനത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നല്ലോ. നിന്റെ വചനം എത്ര വലുതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത്
തികവുള്ളതാ. ഇറ്റ് ഈസ് പെർഫെക്റ്റ്. പൂർണ്ണതയുള്ള വചനം, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന വചനം. കർത്താവേ, നിന്റെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ രൂപാന്തരപ്പെടുത്തുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു. അത് അല്പബുദ്ധിയെ, അൺകൺസേൺഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കർത്താവേ. അത് ഞങ്ങളെ ദൈവത്തിന് ജ്ഞാനിയാക്കുന്ന വചനമാണല്ലോ. ഒരിക്കലും ഞങ്ങൾ അതിനെ ഗ്രഹിച്ചില്ല. ഞങ്ങൾ അൺകൺസേൺഡ് ആയിരുന്നു. പക്ഷെ ഇനി ഒരിക്കലും അങ്ങനെ ആകുവാൻ ഇടയാക്കരുതേ കർത്താവേ. വചനത്തോടുള്ള ആഭിമുഖ്യം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നീ നിറയ്ക്കണമേ കർത്താവേ. ഒരു വലിയ ആത്മ അനുഭവം വചനം വായിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കർത്താവെ ദൈവത്തിന് ജ്ഞാനികളാക്കുവാൻ അത് കഴിയണമേ. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു എന്ന് നിന്റെ വചനത്തിലുണ്ടല്ലോ. ഞങ്ങളുടെ ഇമോഷൻസിനെയും നീ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നല്ലോ. ഞങ്ങളുടെ ജീവിതത്തിന് വലിയ വ്യതിയാനത്തെ നീ നൽകണമേ. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ഞങ്ങളുടെ പേഴ്സ്പെക്റ്റീവിനെ നീ മാറ്റിമറിക്കുന്നുവല്ലോ. ഇന്നലെ ഞങ്ങൾ കാര്യങ്ങൾ കണ്ടതുപോലെ അല്ല ഇന്ന് ഞങ്ങൾ കാണുന്നത്. വചനത്തിലൂടെ ഒരു പുതിയ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ഇന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അതെ കർത്താവേ, പേടിച്ചിട്ടല്ല, നിന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് നിന്റെ ഭക്തിയിൽ മുതിർന്നു വരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജഡ്ജ്മെൻറ്റ്സ്, നിന്റെ വിധികൾ ഒരു കാലത്തും കർത്താവെ അത് അന്യായമല്ല. ഞങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് ചിലപ്പോൾ നിന്റെ വിധികളെ കൃപയിൽ പൊതിഞ്ഞ് ഞങ്ങൾക്ക് തരുന്നെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ അതിനായിട്ടും ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്റെ വചനം പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ എന്ന് നിന്റെ വചനത്തിലുണ്ടല്ലോ. ഞങ്ങളുടെ ലോകത്തിൽ ഏത് സമ്പത്തിനേക്കാളും വലുതാണ് നിന്റെ വചനമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയത്. അതിനെ രുചിയോടെ ഭക്ഷിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട് എന്ന് നിന്റെ വചനം പറഞ്ഞുവല്ലോ. കർത്താവെ, ഇത് ഞങ്ങളുടെ വാക്കുകളായിട്ട് ഈ സങ്കീർത്തനക്കാരൻ്റെ വാക്കുകളെ ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നു. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അതെ കർത്താവെ, ഈ വചനമാണ് അടിയങ്ങളെ രൂപാന്തരപ്പെടുത്തിയത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. അവയെ പ്രമാണിക്കുന്നവർക്ക് വളരെ പ്രതിഫലമുണ്ട്. കർത്താവെ, അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അടിയങ്ങൾക്കൊക്കെ അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അതെ കർത്താവെ, ആ വചനത്തിൻ്റെ പ്രബോധനം അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറച്ചാട്ടെ. വചനത്തിൽ ഞങ്ങളെ നിലനിർത്തിക്കാട്ടെ. വചനത്തെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ടെ. കർത്താവെ, റെവലേഷൻ ഞങ്ങൾക്ക് നൽകണമേ, റിലേഷൻ നൽകണമേ, ഒബീഡിയൻസിനുള്ള ശക്തി നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.